നല്ല മനുഷ്യരെ വേറെ ചില സംഗതികളുണ്ട് എന്ന് ജനങ്ങൾക്ക് മെസ്സേജ് കൊടുത്തുകൊണ്ട് ആര് കടന്നുപോയത്? നെപ്പോളിയൻ ബോണപ്പാർട്ട് കടന്നുപോയത്. ഞാൻ പറയുന്ന തിരൂര് ബസ് സ്റ്റാൻഡിൽ പ്രസംഗം കേൾക്കുന്നവര്, ഞാൻ ഇവിടെ നിൽക്കുന്ന ആളുകളൊന്നും ഇവിടെ ഇരിക്കുന്ന കുറച്ച് ആളുകളെ ഈ ആദർശക്കൂട്ട ഈ അല്ലാത്ത ആളുകളോട് ഞാൻ പറയാം, സിനിമ 2.5 മണിക്കൂർ കണ്ട് തിരിച്ചു പോരുമ്പോൾ നിങ്ങൾക്കൊന്നും കിട്ടൂല. പക്ഷെ ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ട് തന്നെ പോണം. ഞങ്ങളിതൊക്കെ ഇനി അടുത്ത സ്ഥലം വേറെ സ്ഥലത്താണ്. ഞാൻ എറണാകുളത്തേക്ക് പോകും, അത് കഴിഞ്ഞാൽ ഒന്ന് പാലക്കാടേക്ക് പോകും. അങ്ങനെ ഞങ്ങളുടെ യാത്ര അങ്ങനെയാണ്, ഞങ്ങളുടെ പ്രബോധകരുടെ യാത്ര. എവിടെ 10 മനുഷ്യന്മാരെ കിട്ടുക, എവിടെ കിട്ടിയാലും ഇൻഷാ അല്ലാഹ് അടുത്ത് ഞങ്ങളുടെ പ്രസംഗം ട്രെയിനിലും ഒക്കെ തുടങ്ങും, തടുക്കണവരെ ആയണവരെ. കാരണം മനുഷ്യന്മാരോട് നമുക്കൊരു കടപ്പാടുണ്ടല്ലോ, ഉണ്ടല്ലോ. ഈ മനുഷ്യന്മാരൊക്കെ എങ്ങനെയായി മരിക്കാൻ പാടില്ലല്ലോ, ഉണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമുക്ക് നമ്മുടെ സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശമുണ്ടോ? ഇന്ന് ഇന്ത്യയിൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ അവകാശമുണ്ടോ? നിങ്ങൾക്ക് സമ്പാദിച്ച് നിങ്ങളെ പൊരയിൽ വെക്കാൻ അവകാശമുണ്ടോ? നിങ്ങളെ കയ്യിൽ വെക്കാൻ അവകാശമുണ്ടോ? നിങ്ങളുടെ മോളെ കല്യാണത്തിന് ഒരു ഷോപ്പിൽ പോയിട്ട് 2 ലക്ഷത്തിന്റെ മുകളിൽ 1 ഉറുപ്പ്യ കൂടിയ അതാരെ കയ്യിലാണോ നിങ്ങൾ കൊടുത്തയച്ച്? ഓന്റെ കയ്യിൽ 2.5 ലക്ഷം ഉറുപ്പ്യ കൊടുത്താൽ ഓൻ 2.5 ഉറുപ്പ്യ ഫൈൻ അടക്കണം. ഏതാ രാജ്യോ? ഇതേതാ രാജ്യോ? ഞാൻ പല കാര്യം ഇപ്പൊ ആരോന്ന് പറയുന്നുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടായിട്ട് കേട്ടോ, നിങ്ങൾ തിരുത്തി തന്നാൽ മതി. ഇനി 2 വീലർ ഓടിക്കുമ്പോ പകല് മുഴുവൻ ലൈറ്റ് കത്തിക്കണം പോലെ മനസ്സിലായിട്ട് ചോദിക്കണം, എന്താ അതിന്റെ കുട്ടൻസ് മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല, ലോകം മുഴുവനും വട്ടന്മാരുടെ ഒരു ലോകമായി. ഉളമ്പാറൊക്കെ ഇനി ലോകത്ത് മുഴുവൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടാക്കിയാൽ പോരാ. കാരണം ആളുകൾ, ഞാൻ ഒരു നിയമം കൊണ്ടുവന്ന അത് മനുഷ്യർക്ക് മനസ്സിലാകേണ്ടത് എന്തിനാണ്? ഇത് നിയമം നിർണയം എന്തിനാ? മനുഷ്യന് സമാധാനം ഉണ്ടാക്കാനാണ് നിയമം. ഇന്ത്യ രാജ്യത്ത് ഏത് നിയമമാണെന്ന് മനുഷ്യർക്ക് സമാധാനം ഉണ്ടാക്കുന്നത്? പേടിയാ. സത്യല്ലേ? അവനാന്റെ ഒരു സെന്റ് ഭൂമി അവനാൽ തെളിയിക്കാൻ ഓംപ്പെടുന്ന പാട് എത്ര ദുനിയാവില്. നോക്ക്, ഓപ്പറേഷൻ തിയേറ്ററിൽ എനിക്കറിയാം, ഞാൻ അത്ഭുതത്തോട് പറയാം. എന്റെ ഒരു പെങ്ങൾക്ക് ഡോക്ടർ പറയാണ് 2 ലക്ഷത്തിന്റെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, ആ പൈസ ഒന്നിച്ച് കെട്ടണോ? 200 ml ഇഞ്ചക്ഷൻ മരുന്നിന്. എന്നാ അതിനേക്കാൾ കൂടുതൽ കെട്ടേണ്ട പലതും ഉണ്ട്. 25 ലക്ഷം ഒന്നിച്ച് കെട്ടണം. എന്ത് ചെയ്യൂടെ? ഈ രാജ്യത്ത് ഇരിക്കൂര വിറ്റ് പൈസ വാങ്ങിക്കൊണ്ടുവരുന്നവന്റെ കയ്യിൽ ഓൻ സമ്പാദിച്ച പണം വെക്കോൻ സ്വാതന്ത്ര്യമില്ല. ഇത് എന്തിനാ നിങ്ങൾക്കറിയോ? ബാങ്ക് വഴി എല്ലാം നടക്കണം. ബാങ്കിൽ എത്തുന്ന പൈസ കൊണ്ട് ഇവിടുത്തെ ചിലത് നടത്താനുണ്ട്. ഒരേ ഭംഗിയായി നടത്തുന്നു കഴിഞ്ഞ 4-5 മാസമായിട്ട്. അതൊക്കെ തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിയും കഴിവും ഇന്ത്യ രാജ്യത്തിലെ പൗരന്മാർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ ആസ്വദിച്ചു കൊള്ളുക ഇவ்விധമുള്ള ഭരണാധികാരികളെ എന്നല്ലാതെ. പിന്നെ പടച്ചോനെ പേടിച്ചോ, ഞാൻ ഉറപ്പിച്ചു പറയട്ടോ, ഇത് നല്ലോണം കേട്ടോളൂ. തിരൂര് പരിപാടി സംഘടിപ്പിച്ചു വരും. അള്ളാഹ് തീരുമാനിച്ച ഒരു ചുക്ക് ഒരാളും ചെയ്യാൻ. മനസ്സിലായോ? അള്ളാഹ് നമ്മളെ സൃഷ്ടിക്കാനും നമുക്ക് ചിലത് തരാനും നമ്മുടെ കാരണം കൊണ്ട് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലേ കഴിച്ചിലാക്കാൻ ഒരാൾക്കും കഴിയില്ല. ഇനി ഇതൊക്കെ വന്നാൽ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ഇസ്ലാമിക ചരിത്രത്തിന്റെ ഒരു ആവേശദായകമായ ചരിത്രം എന്താ? മൂസാ നബി അലൈഹിസ്സലാമിനെ ഫിറോന്റെ കൊട്ടാരത്തിലെ അള്ളാഹ് പോറ്റി. ഫിറോന്റെ കൊട്ടാരത്തിലല്ലേ പോറ്റിയത്? അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കെ. ഇബ്രാഹിം നബി ഏറ്റവും സ്വാത്വികനായ മനുഷ്യനായിരുന്നു. നമ്രൂദിന് അള്ളാഹ് അധികാരം കൊടുത്തത്. ആ നമ്രൂദിന്റെ കൊട്ടാരത്തിൽ ചെല്ലാനാണ് ഇബ്രാഹിം നബിയോട് പറഞ്ഞു. ഞങ്ങളും അതാ പറയുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹത്തോട് ഞങ്ങൾ വിഷൻ ഗ്രൂപ്പ് തൗഹീദ് നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ കിറ്റ് അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട്. ഇവിടുത്തെ മന്ത്രിമാരൊക്കെ ഞങ്ങൾ ചെന്ന് കാണാറുണ്ട്. ഇവിടുത്തെ ഭരണാധികാരികളെ ഞങ്ങൾ കാണാറുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ കാണാറുണ്ട്. ഞങ്ങളുടെ ലഘുലേഖ കൊടുക്കാറുണ്ട്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുമ്പോൾ സാർ ഇതാ വായിച്ചോളി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. അവിടെ നമ്മുടെ ലഘുലേഖ പിടിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ആരെയും വീട്ടിൽ കയറാൻ സമ്മതിക്കൂല. പോലീസുകാർ വന്നിട്ട് ആ ലഘുലേഖ ഇങ്ങനെ വായിച്ചിട്ട് ഓനെ ഇങ്ങോട്ട് വിളിച്ചു, ഇവിടെ വാ, എന്താ എന്റെ പേര്? ഓന് ഒരു ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവനാണ്, കുറച്ച് തീവ്രമായി ചിന്തിക്കുന്ന 3 അക്ഷരമുള്ളവരെ കൂടെയും. ഓനോട് ഓന്റെ കൂട്ടത്തിൽപ്പെട്ടെ ഹൈന്ദവ SI ചോദിച്ച്, അല്ലടോ അന്റെ വീട്ടിൽ കയറണ്ടെന്ന് പറഞ്ഞാൽ പോരെ? എനിക്ക് നാട്ടുകാർ ഒരു വീട്ടിലും കയറാൻ പാടില്ല അറിയാൻ അന്നെ ആരെങ്കിലും ഇവിടെ ഭരണാധികാരിയാക്കിയിട്ടുണ്ടോ? പോലീസുകാരനെ ന്യായ ചോദിക്കണ ഒരു ഹിന്ദു പോലീസുകാരനെ ചോദിക്കണ ഒരു ഹിന്ദുവിനോടാണ്. എടോ അന്റെ പുരയിൽ കയറണ്ട, ശരി, ആ ലഘുലേഖയിൽ എന്താ കുഴപ്പമൊന്ന് കാണിക്കുക. ഈ കാലത്ത് അത് ആവശ്യമല്ലേ? ഞാൻ പറയുന്നത് അറിയോ? ഒരു ലഘുലേഖന്റെ ഉള്ളടക്കം പോലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ലഘുലേഖന്റെ ഉള്ളടക്കം എന്താ? ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും ലോകത്ത് ജീവിക്കുന്ന 715 കോടി മനുഷ്യരും ഒരച്ഛന്റെ ഒരു അമ്മയുടെ മക്കളാ, ഒരു അള്ളാന്റെ അടിമകളാണ്. നമ്മൾ ഒന്നാണ്, സഹോദരങ്ങളാണ്. ബാന്ധവാ മാനവാ സർവേ സ്വദേശാപമനത്രയം. ആ തത്വം അതിലുള്ളത്. അത് എതിർക്കുക എന്ന് പറയുമ്പോൾ പിന്നെ മനുഷ്യന്റെ അവസ്ഥ എന്താ? അതായത് ഒന്നുകൂടെ പ്രവാചകൻ പറഞ്ഞു, അതെന്താണെന്നറിയോ?
ഒരു സമുദായം ലോകത്ത് വരും. അവർ തെറ്റ് ചെയ്യുമ്പോ അതാണ് ശരി എന്നാണ് അവരെ മനസ്സവരോട് പറയാ. അവര് ശരി ചെയ്യുന്നവരെ അത് തെറ്റാണെന്നാണ് പറയാ. അത് വല്ലാത്തൊരു വാക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്. എന്താ? ഒരു വിഭാഗം ശരി ചെയ്യുമ്പോ അത് തെറ്റാണെന്നും ഒരു വിഭാഗം തെറ്റ് ചെയ്യുമ്പോൾ അത് ശരിയാണെന്നും തോന്നുന്ന ഒരു തലമുറ ലോകത്ത് വരും. അത് വന്നു, ലോകത്തെല്ലായിടത്തും വന്നു. സത്യല്ലേ? വീട്ടിൽ വന്നിട്ടില്ലേ? അത് ഉണ്ട്. നാട്ടിൽ വന്നിട്ടില്ലേ? അത് ലളിതമായൊരു ഉദാഹരണം പറയാം. ഞാൻ ലളിതമായൊരു ഉദാഹരണം നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാക്കാൻ പറ്റിയ ഉദാഹരണം. ഞാൻ കാസർഗോഡ് ഒരു വീട്ടിൽ പോയി. ഈ ചൂരിയിൽ കിടന്ന അവിടെയൊക്കെ നമുക്ക് പരിചയമുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ നമ്മൾ പ്രസംഗിക്കുന്ന സ്ഥലമാണ്. കമ്മ്യൂണൽ ലേഔട്ട് ഉണ്ടാക്കാൻ എളുപ്പമുള്ള നാട്. എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? നമ്മൾ ഒരു ഭാഗത്ത് ഇതൊക്കെ പറയുന്നു, പക്ഷെ ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇതൊന്നും കിട്ടണില്ല, കേൾക്കണില്ല, അറിയുന്നില്ല, കാണുന്നില്ല, മനസ്സിലാക്കണില്ല. അവിടെ ഞാൻ നിങ്ങളോട് പറയണെന്താ അറിയാം? വളരെ ലളിതമായി നമ്മൾ മനസ്സിലായി. ഞാൻ കാസർഗോഡ് ഒരു വീട്ടിൽ പോയപ്പോൾ അവിടെ കുറച്ച് പ്രായമുള്ള ഒരു ഉമ്മ, ഒരു മുസ്ലിം സഹോദരി, അവർക്ക് 5 or 6 ആൺകുട്ടികളുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സുഖല്ലേ എന്നൊക്കെ ചോദിച്ചു. അമ്മയായിട്ട് സംസാരിച്ചു. അമ്മാൻ്റെ വീട്ടിലേക്ക് ഭക്ഷണമൊക്കെ തന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ എന്താ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ ഒരു ദുഃഖം? ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. എന്താ ഒരു ദുഃഖം? ഒന്നുമില്ല, എൻ്റെ 5 മക്കളിൽ ഒരു മോന് മുജാഹിദായിപ്പോയി. അതെനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഞാൻ നിങ്ങൾക്ക് ഇതെന്തിനാ അങ്ങനെ പറഞ്ഞ? റസൂൽ പറഞ്ഞ കാലം വന്നു എന്ന് പറയാനാണ്. അത് മുസ്ലിംകൾക്കിടയിൽ വരെ വന്നു എന്ന് തെളിവ് സഹിതം പറയാനാണ്. അപ്പൊ ഉമ്മ പറയാണ്, എന്റെ മോനെ ഒരു മകൻ മുജാഹിദായിപ്പോയി, അതെനിക്ക് പൊറുക്കാൻ കഴിയണില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എൻ്റെ ഉമ്മ ഇവൻ പണ്ട് മുജാഹിദ് ആയിരുന്നില്ലേ? ഇല്ല, സമസ്തക്കാരനായിരുന്നു. അന്ന് ഈ 5 മക്കൾ എങ്ങനെയാ? എന്നോ ഒരു ജീവിതം, നിക്കാരവും കാര്യവും അതൊക്കെ ഉണ്ടോ? ഞാൻ ചോദിച്ചു, ഇപ്പൊ മുജാഹിദ് ആയതിനു ശേഷമുള്ളവന്റെ കാര്യങ്ങൾ എന്തൊക്കെയാ? മുജാഹിദ് ആണെന്നേ ഉള്ളൂ, പക്ഷെ 5 കൃത്യമായിട്ട് നിസ്കരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, സമസ്തക്കാരായ ബാക്കി 4 ആളോ? ഓരോട് തന്നെ ചോദിക്കേണ്ട അവസ്ഥ ഉണ്ട്. ശരി. 2, മുജാഹിദ് ആകുന്നതിന് മുമ്പ് നിങ്ങളെ പരിഗണിച്ച പോലെയാണോ ഇപ്പോ? അല്ല, ഉമ്മ ഉപ്പ എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടാനുള്ള വലിയ എന്തോ ഒരു സംഗതിയാണ് എന്നുള്ള നിലക്കാണോ ഇപ്പൊ അഷ്റഫ് നിങ്ങളെ നോക്കണത് എന്ന് ചോദിച്ചു. അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ അതെ, മുജാഹിദ് ആകുന്നതിന് മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, മുജാഹിദ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഗുണക്കോനുണ്ടായത്. അപ്പൊ ഞാൻ ചോദിച്ചു, അതല്ല ഉമ്മ, സമസ്തയായിരുന്ന കാലത്ത് ഉമ്മാനെയും ബാപ്പാനെയും തിരിഞ്ഞു നോക്കാത്ത, മാന്യമായി പെരുമാറാത്ത, കറക്റ്റ് നിസ്കരിക്കാത്ത ഓൻ അതായി തന്നെ ജീവിച്ചു മരിക്കണം. അതിലങ്ങനെ സന്തോഷം നിങ്ങൾ പറയുന്നേ? ഓൻ നല്ലൊരു മനുഷ്യനെ ഉമ്മാനെയും ബാപ്പാനെയും ബഹുമാനിക്കുന്നതിനായപ്പോ നിങ്ങൾക്ക് എന്തേ സങ്കടം? അത്രയും ഉസ്താദുമാർ എന്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? മുജാഹിദ് ആകുക എന്ന് പറഞ്ഞാൽ പിന്നെ പോത്തും കാളയും പന്നി അതിന്റെ അപ്പറാണ് എന്നുള്ളിടത്താണ് അന്നൊക്കെ മൊയ്ലിയാമാർ പഠിപ്പിച്ചിരുന്നത്. ഇന്ന് മൊയ്ലിയാമാരെ പറയില്ല. അതിനൊരുപാട് കാരണമുണ്ട്. കാരണം മൊയ്ലിയാമാർക്ക് അത് പറയാൻ പറ്റില്ല. അത്രയും സോഷ്യൽ മീഡിയകളിൽ മുജാഹിദ് എന്താണെന്ന് ലോകത്ത് മനുഷ്യർക്ക് അറിയാം. ഞാനിത് പറയണത് എന്തിനാണെന്നറിയോ? റസൂല് പറഞ്ഞ വാചകാണത്, ഒരു മകൻ നന്നായി ഉമ്മാനെയും ഇപ്പാനെയും നല്ലോണം നോക്കിയിട്ട് ആ ഉമ്മാക്ക് തൃപ്തി വരുന്നില്ല, എന്റെ മോൻ കേടെന്നൊന്നാ അപ്പോഴും പറയുന്നത്. റസൂലുള്ള പറഞ്ഞാൽ അതാണ്, നല്ലതിനെ കേടായും കേടിനെ നല്ലതായും കരുതുന്ന ഒരു ലോകം വരും. അപ്പൊ നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്കും, നമ്മുടെ രാജ്യം സമാധാനത്തോട് കൊണ്ട് നമ്മളൊക്കെ ആഗ്രഹിക്കും ആണ് അല്ലേ? ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു ഭരണാധികാരി വന്നാൽ ജനങ്ങളുടെ ഉപജീവനം മുട്ടിക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് അയാൾ തുടക്കം കുറിച്ചാലോ? ജനങ്ങളുടെ ഉപജീവനം സർവത്ര മുട്ടിച്ച് ഒരു രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ വലിയൊരു പെർസെന്റേജ് കൈകാര്യം ചെയ്തിരുന്ന ഒരു മേഖലയെ ഡെഡാക്കിയിട്ട്, എന്നിട്ട് ഖജനാവിന്റെ സമ്പത്തിൽ നിന്ന് വമ്പിച്ച ഇടിവ് വന്നു. ലക്ഷോപലക്ഷം മനുഷ്യർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് പത്രത്തിൽ കാണാൻ ആഗ്രഹിച്ച ചില വാർത്തകൾ പറയട്ടെ നിങ്ങളോട്. കാണാൻ ആഗ്രഹിച്ച, ഞാൻ വിചാരിച്ചിരുന്നത് സനാതന ധർമ്മത്തെ കുറിച്ചൊക്കെ പറയുന്ന ആളുകൾ അതാണ് സനാതന ധർമ്മത്തിന്റെ കാതൽ എന്ന് പറയുന്ന ആളുകളൊക്കെ അധികാരത്തിൽ വരുമ്പോ ഞാൻ പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾ ഉണ്ടായി. അതെന്താ അറിയോ? ഒന്ന്, ഈ സ്റ്റേറ്റിൽ ഇനി മദ്യം വിൽക്കുകയില്ല, മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. അങ്ങനെ നിങ്ങൾ ആരെയും കണ്ടോ? ഇല്ല. പിന്നെ ഏറ്റവും വലിയ കച്ചവടം പോത്തിറച്ചിയും കാളർച്ചിയും പശുർച്ചിയും ഒന്നല്ല, പെണ്ണുങ്ങളെ തൊലി വിൽക്കല. ആ വിവാദമില്ലാത്ത നാടാണോ കേരളം? ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വേശ്യാലയം അത് നിരോധിച്ചോ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൽ? ഗുജറാത്തിൽ അതുണ്ടായോ?
UP-യിൽ അതുണ്ടായോ? മഹാരാഷ്ട്രയിൽ ഉണ്ടായോ? എന്താ അതൊക്കെ നിങ്ങൾക്ക് പത്തിയാണെന്നാ? അത് നിങ്ങളുടെ ധർമ്മാണെന്നാ? ആണോ? അതൊക്കെ ധർമ്മാണ്. 2 കഷ്ണം ഇറച്ചി തിന്നാൽ അധർമ്മാണ്. ഓനെ ഏറ്റവും രസം എന്താ വെച്ചാൽ നിങ്ങൾ നോക്ക്, 12,000 ലൈസൻസ് ഉള്ള വേശ്യാലുണ്ട് ബോംബെയില്. വേറെ ഓരോ നാട്ടിലുണ്ടത്. അവിടെ പച്ച മാംസം പെണ്ണിന്റെ വിൽക്കുക. ജീവിതത്തിൽ ഏതോ ഒരു ഊടുവഴികളിൽ പെട്ടുപോയി മാംസം വിൽക്കേണ്ടി വന്ന പെണ്ണിനെ സ്വന്തം കുഞ്ഞുങ്ങളെ പോറ്റാൻ മടിക്കത്ത് ഉരിഞ്ഞു കൊടുക്കേണ്ടി വന്ന ഗതികേടുള്ള പെണ്ണിനെ അവളെ മോചിപ്പിക്കാൻ കഴിഞ്ഞ ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് വേശ്യാലയം വേണ്ട, പലിശാലയം വേണ്ട, ചാരാശാപ്പ് വേണ്ട എന്ന് പറയാൻ കഴിഞ്ഞു ഏതെങ്കിലും ഒരു സ്റ്റേറ്റില്? ഇല്ലല്ലേ? അങ്ങനെ നന്മ സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ഒരു തീരുമാനം ഉണ്ടായോ? ഇല്ല. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം. ഇന്ത്യയില് മൂല്യം തീരെ ഇല്ലാത്തൊരു വസ്തുവിന്റെ പേര് പറയുന്നത്. ഇന്ത്യയിൽ തീരെ മൂല്യമില്ലാത്ത, ഒരു വിലയും നിലയില്ലാത്ത, 10 പൈസന്റെ വലിപ്പത്തിൽ മൂല്യമില്ലാത്ത ഇന്ത്യയിൽ ഒന്നുണ്ട്. അത് ഇന്ത്യയെ കുറച്ച് കൂടുതലുള്ള. അതെന്താന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? അതെന്താണ്? നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റുമോ? അതാ നമ്മള് മനുഷ്യ ഇന്ത്യയില് 1 പൈസക്ക് വിലയില്ലാത്ത ചില, നമ്മളിപ്പോ പണ്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് എന്ത്, നായിന്റെ വില ഉണ്ടാവൂല കേട്ടോ. സത്യത്തിൽ തെറ്റിപ്പോയതാ. ഇന്ത്യ രാജ്യത്ത് നായിക്ക് കിട്ടിയ വില, മേനകാ ഗാന്ധിനോട് നിങ്ങൾ ചോദിക്കി, തുമ്പപ്പൂ പോലത്തെ 10 മക്കളെ നായ കടിച്ചു കീറി കൊന്നു. ആ മക്കളെ മുന്നിൽ വെച്ചിട്ട് ഒരു ഭ്രാന്തളകിയ നായിനെ ഇഞ്ചക്ഷൻ ചെയ്ത് കൊല്ലട്ടെ എന്ന് മേനാഗാന്ധിനോട് ചോദിക്ക്, സകല വികാരം ഇളകും. സത്യല്ലേ? കാരണം എന്താ? ഈ 10 തുമ്പപ്പൂ പോലത്തെ മക്കളെ കൊന്ന് കൊലവിളി അടിച്ച നായിനെ തൊട്ടാ പ്രശ്നം. നിങ്ങൾക്ക് എത്ര മനുഷ്യരെ കുത്തിക്കൊല്ലാം, നാട് കടത്താം, എന്തും ചെയ്യാം, വെട്ടിക്കൊല്ലാം, ഒക്കെ ചെയ്യാം. പശുവിനെ നോക്കി തന്നെ ചെയ്യരുത്. നോക്കിയാൽ കണ്ണ് കുത്തിക്കളയും. നോക്കിയാല് കണ്ണ് കുത്തിക്കളയും. പശുവിനെ നോക്കല്ലേ, മനുഷ്യനെ നോക്കിയേ കണ്ണ് കുത്തിയേ ഓനെ ഇനി മാത്രമല്ല, കുത്തുകയാണെങ്കിൽ 51 വെട്ടണം. പ്രായം നോക്കി വെട്ടണം. അല്ല നമ്മളെ കേരളം, അല്ല നമ്മളെ ഇന്ത്യ, അല്ലേ? ഒരു മുസ്ലിയാരെ കൊന്നില്ല, എത്ര വട്ട വെട്ടിയത്? പിന്നെ ഇനി വേറൊന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതെന്നറിയോ? ഒരു ഹൈന്ദവന്റെ കത്തിയോണ്ടാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ ഹൈന്ദവനാരാ? ഒന്നെങ്കിൽ മാനസിക രോഗി, അല്ലെ കള്ള് കുടിച്ചിട്ട് പൂസായി പോയത്. സത്യല്ലേ? ഒരു ലെറ്റർ ബോംബ് വിവാദമായി കേരളത്തിൽ. അതാദ്യം ഒരു മുസ്ലിമാണ്, പയ്യനാണെന്ന് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? ഓൻ അൽഖായിദയിൽ 35 കൊല്ലം ട്രെയിനിങ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു പിറ്റേന്ന്. പിന്നെ അതൊരു ഹിന്ദു എന്ന് പറഞ്ഞപ്പോ പത്രക്കാരും പോലീസുകാരൊക്കെ പറയുന്നോ ഓന് ഭ്രാന്താണ്. ഭ്രാന്തൊക്കെ ഓൽക്കും, ബുദ്ധിയൊക്കെ ഞമ്മക്കുന്ന. ആണോ? ഞാനിത് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി, ഇത് കളവാണ് ഈ പറയുന്നത്. ഇപ്പൊ ലവ് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോ എന്താ പറഞ്ഞു? ഹൈന്ദവ പെൺകുട്ടികളൊക്കെ മുസ്ലിങ്ങൾ പ്രേമിച്ചിരുന്നു. അന്ന് ഞാൻ ജനങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഹിന്ദു സമൂഹത്തിൽ ഹിന്ദു പെൺകുട്ടിക്ക് പ്രേമിക്കാൻ പറ്റിയ ഒരൊറ്റ ആണില്ലേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന്റെ അർത്ഥം ഇതൊക്കെ കൽപ്പിത കഥകളാണ്. അല്ലാതെ ഇതൊന്നും ഹൈന്ദവ ഭൂരിപക്ഷ ജനങ്ങൾ അംഗീകരിക്കണമല്ല. നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ രാജ്യത്തിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവർ, ഈ രാജ്യത്തിലെ ഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനികൾ, ഈ രാജ്യത്തിലെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ, ഈ രാജ്യത്തിലെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നവർ, അവരാരും ഈ വാദമുഖങ്ങൾ ഒന്നും ചെവിക്കൊടുത്തവരല്ല. ഗുജറാത്തിലെ കലാപത്തെ ഏറ്റവും കൂടുതൽ എതിർത്താര ആരാ? മുസ്ലിങ്ങളായ ആളുകളാണ്. ജഡ്ജിമാരും പോലീസ് ഇന്നും ഫൈസൽ കൊല്ലപ്പെട്ടപ്പോ എന്തുമാത്രം ആത്മസമീപനമാണ് മുസ്ലിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ രാജ്യത്ത് നിങ്ങൾക്കറിയാം, പൊടിനീള ഫൈസലിനെ ക്രൂരമായി സുബൈയുടെ തൊട്ട് മുമ്പായി കൊന്ന് കൊലവിളി നടത്തിയപ്പോ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു ആരാധനാലയത്തിന്റെ ഉള്ളിൽ പോലും കലാപുണ്ടാക്കി. ഞാൻ നേരത്തെ പറഞ്ഞതിലൂടൊന്ന് ബന്ധിപ്പിച്ചോട്ടെ. ബാബരി മസ്ജിദിന്റെ ഉള്ളിൽ ശ്രീരാമന്റെയും സീതാദേവിയുടെയും പ്രതിമ കൊണ്ടുപോയി വെച്ചതല്ലേ ഇന്ന് കാണുന്ന എല്ലാ കലാപത്തിന്റെയും കാരണം. ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് ദേഷ്യവും വിരോധവും ഒന്നും തോന്നാറില്ലെങ്കിലും ലാൽകൃഷ്ണ അദ്വാനിയുടെ രഥയാത്രയല്ലേ, മൂപ്പര് ഏത് ഉന്നത സ്ഥാനത്ത് എത്തിയല്ലേ, അവിടെ ഇങ്ങനെ പടലപ്പണക്കം നടന്നില്ലേ എന്നുള്ളതൊന്നല്ലേ ഞാൻ പറയണേ. അതൊന്നല്ലേ ഞാൻ പറയണേ. ആ രഥയാത്രക്ക് ഇന്ന് മുസ്ലിങ്ങളും ഇന്ത്യയും അനുഭവിക്കുന്ന മുഴുവൻ ഈ പറഞ്ഞ അകലച്ചക്കും അതൊരു കാരണല്ലേ? ആണ്. ബുദ്ധിയും കഥയുള്ളവർക്കൊക്കെ അതറിയാലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ പ്രായം ചെന്നോലും പശ്ചാത്തപിച്ച് മടങ്ങേണ്ട സമയമാണ്, രാജ്യത്തോട് മാപ്പ് പറയേണ്ട സമയമാണ്. ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിയണം, നമ്മൾ എന്തിനാണെന്ന്, എന്തൊരു നേട്ടമാണ് നമുക്കൊക്കെ ഇവിടെ ഉണ്ടായത്, അല്ലെ? എന്താണ് നമുക്ക് ഇതൊക്കെ ഉണ്ടായത്? ഇപ്പൊ എന്താ ഉണ്ടായത്? ഇപ്പൊ കള്ള് കുടിച്ചിട്ടാണ് അങ്ങനെയൊക്കെ ആയത്. ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു, കള്ള് നല്ലോണം കുടിച്ച ഒരു ഹിന്ദുവിന് പള്ളിയിൽ കയറാൻ തോന്നുമെങ്കിൽ
തിരൂരിൽ നിന്ന് കള്ളുടിക്കുന്ന ഒരു മുസ്ലിമിന് അമ്പലത്തിൽ കയറാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ കള്ളുടി തന്നെയാണ് ലോകത്തിലെ വലിയ പാപം. സത്യല്ലേ? ഒരുത്തരെ കള്ളു കുടിക്കുമ്പോൾ വേറൊരു ആരാധനാർത്ഥി കയറി കുഴപ്പമുണ്ടാക്കാൻ തോന്നുന്നെങ്കിലേ ആ കള്ളിന് വർഗീയത ഉണ്ടോ എന്ന് ചിന്തിക്കണം. ആ കള്ള് വർഗീയവാദം ഉണ്ടാക്കാൻ പറ്റിയ തോതിലാണോ ഉണ്ടാക്കുന്നത്? അതാരെ എവിടെ ഏത് വീട്ടിൽ വെച്ച് ഉണ്ടാക്കുന്നു? ഏത് നിങ്ങൾക്ക് മനസ്സിലായില്ല? ഒരുത്തര് അല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും കള്ളുടിച്ചാൽ പള്ളി കയറിയിട്ട് കുത്തിയെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറയാം, തിരൂരുകാർ എന്നോട് ക്ഷമിച്ചേക്കിട്ടോ, പൊന്നാനിയും തിരൂരും കോട്ടക്കലും, അതിൽ 1-ാം സ്ഥാനം പൊന്നാനി, 2-ാം സ്ഥാനം തിരൂര്, 3-ാം സ്ഥാനം കോട്ടക്കൽ. എന്തിന് 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 കാട്ടായി അടിക്കുന്നതിന്? 40 AK-47 പോരാണ്ട് വരുന്നൊരു പണിയുണ്ടല്ലോ, അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ AK-47 ഈ പറഞ്ഞ 40 ഒന്നും പോരാ. ഒറ്റ തട്ട അവിടെ നിന്നിട്ട് ഏത് കാരംസ് കളിക്കുന്ന വൈരി അപ്പുറത്തെ റോഡ് ആടി കളിക്കുന്നതാണ്, അത് ഇറക്കണം അപ്പുറത്ത്. ആ സാധനം ഉണ്ടല്ലോ, പാമ്പ്. അത് ഇവിടുന്ന് ഇപ്പൊ തിരൂരിന്ന് ഒരു മുസ്ലിമിന് കള്ളുടിച്ചിട്ട് തോന്നുന്നത് ഇവിടുത്തെ ഒരു അമ്പലത്തിൽ കയറിയിട്ട് അവിടെ നിൽക്കും അങ്ങനെ ചെയ്ത് കളാം. എന്നാലേ ആ കള്ളിനുണ്ട് ഒരു വർഗീയത ഉണ്ടാക്കാനുള്ള കഴിവ്. ആ ജാതി കള്ള് വേണ്ട നമുക്ക്. ആരോടില്ലേ? മനുഷ്യന് ഉപദ്രവം ഉണ്ടാകുന്ന കാര്യം നിരോധിക്കുമ്പോൾ ആരാണ്? മനുഷ്യന് ഉപകാരമുള്ളതിനൊക്കെ പൊളിച്ചടക്കുക. ആലോചിച്ചു നോക്ക്, കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന പൊരയൊക്കെ മക്കൾ പൊളിച്ചു കളയുക. ജനാധിപത്യത്തിന്റെ കാവലാളുകളായി ജീവിച്ചവർ കെട്ടിപ്പടുത്ത ഈ രാജ്യത്തിന്റെ സകല വൈദ്യുതങ്ങളും തകർത്ത് തരിപ്പണാക്കി മുന്നോട്ട് അല്ലേ? ഞാന് ഒന്നുകൂടെ ആലോചിക്കുകയാണ്. ഞാനൊരു പള്ളിയിലെ ഖത്തീബായിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ പുത്തനത്താണിയില്. ഞാൻ തന്നെ വർഗീയ കലാപത്തിന് നേതൃത്വം നൽകുകയും ചെയ്താൽ അസ്സലാമു അലൈക്കും അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം എന്ന് പറയണേ എന്റെ പ്രഖ്യാപനത്തിന് എന്ത് വിലയാണ്? ഒരു ക്ഷേത്രത്തിലെ ഉന്നതമായ ഒരു ക്ഷേത്രത്തിലെ പൂജാരി ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. അറിയോ? ഒരു ക്ഷേത്രത്തിലെ പൂജാരി ആരാ? ഞാൻ ഹിന്ദുക്കളോട് ചോദിക്കാണ്, തുറന്ന് ചോദിക്കട്ടോ. ജനിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ദിവസം മരിക്കും. അത് ഏത് കോലത്തിൽ നിന്ന് പടച്ചോൻ തീരുമാനിച്ചു വെച്ച കാര്യമാണോ? അലി റളിയല്ലാഹു പറയാ, അലി റളിയല്ലാഹു അൻഹു വീട്ടിലൊരു യുദ്ധം നടക്കുകയാണ്. ഇസ്ലാമിക യുദ്ധം നടക്കുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ അലിയാര് തങ്ങൾക്ക് ഒരു ദുനിയാമോഹൻ, ചെറിയ ഒരു മൈക്രോ സെക്കൻഡ്. എന്തുണ്ടായത്? ഞാൻ ഈ യുദ്ധത്തിൽ പോയി കൊല്ലപ്പെട്ടാലോന്ന്. ഞാൻ ഈ യുദ്ധത്തിൽ പോയി കൊല്ലപ്പെട്ടാലോന്ന് ആണ് ചിന്ത. ഉടനെ തന്നെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക. സച്ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപപ്പെടുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് കൊല്ലപ്പെടാൻ അള്ളാഹ് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ എന്ത് കൊടുമ്പിരിക്കൊണ്ട യുദ്ധം നടന്നാൽ എനിക്കൊന്നും പറ്റൂലല്ലോ. അള്ളാഹ് നിന്റെ മരണം തീരുമാനിച്ചിട്ടില്ല, 10 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ മരിക്കോ? ഇല്ല. ഇനി അള്ളാഹ് മരണം നിശ്ചയിച്ചു, എന്നാ പിന്നെ യുദ്ധത്തിന് കൊണ്ടപടി ഇരുന്നാൽ മതി, അവിടെയും നടക്കും. അതുപോലെ നിങ്ങളോടൊക്കെ പറയുന്നത് വസ്തുത പറയാൻ നമ്മൾ ആരെയും മടിക്കണ്ട. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെന്തറിയോ? നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം, തിന്മ വിരോധിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ മൊത്തത്തിൽ പടച്ചോന്റെ ശിക്ഷ വരുമ്പോൾ നിങ്ങളെയും കൊണ്ട് അങ്ങ് പോകുന്നു. ആ പേടിയില്ലോണ്ടാ ഞാൻ പറയുന്നത്. പടച്ചോൻ സൃഷ്ടിക്കുന്നുള്ള പേടിയും മനുഷ്യരോടുള്ള സ്നേഹവും എല്ലാരും ഞാൻ പറയുന്നത് പറഞ്ഞോളന്നില്ല, അല്ലെ മറ്റു പലരും പറഞ്ഞോളന്നില്ല. ഇത് പറയുന്നത് മനുഷ്യ സ്നേഹി ആയതുകൊണ്ട് പറയാം. മുജാഹിദ് കൂട്ടായ്മ ഈ കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആരുടെയും വോട്ട് ബാങ്ക് ആയിട്ടില്ല, ഞങ്ങൾ ആരെയും വോട്ട് ചോദിച്ചിട്ടില്ല. ഒരു പഞ്ചായത്തിൽ ഒരു കുഴപ്പമുണ്ടാക്കാൻ ഞങ്ങൾ ആരും ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. സത്യസന്ധമായി പറയാം, ഞങ്ങളുടെയൊക്കെ സുഹൃത്തുക്കളെ ഞങ്ങൾ ആരും ഒരു പിച്ചാത്തി പോലും, സത്യം പറഞ്ഞാൽ നിന്റെ വസ്തുത പറയാലോ, ചില സ്ഥലത്തൊക്കെ ചെന്നാൽ നമുക്ക് ഫ്രൂട്ട് തരും ആളുകൾ. പ്രസംഗിച്ചിട്ട് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ഇതൊരു ഫ്രൂട്ടാണ്, ചെറിയൊരു കത്തി കയ്യിലുണ്ട് കേട്ടോ, പഹയാ അന്റെ ആപ്പിൾ തിന്നിയില്ലെങ്കിൽ പട്ടിണി ഇടന്ന ക്ഷീണ ഉണ്ടാവും. ആ കത്തിയോട് കണ്ട എന്താ പറയാ അറിയോ? ഇത് അൽഖായിദ ഫോം ചെയ്ത സ്പെഷ്യൽ കത്തിയാണ്, പറന്നു കുത്താൻ ശേഷിയുള്ള കത്തിയാണ്. ഒരു നൈൽ കട്ടർ വെച്ചാൽ വരെ ആളുകൾ അങ്ങനെയാണല്ലോ. നിങ്ങളെ അമേരിക്കയിൽ ഒരു ക്ലോക്ക് കുട്ടി ഉണ്ടാക്കിയപ്പോ എന്തായി? അത് ബോംബ് ക്ലോക്കായി. ക്ലോക്ക് ടവർ എല്ലാ രാജ്യത്തുള്ള അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. പക്ഷെ മുസ്ലിം ഉണ്ടാക്കരുത്. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ വേറുള്ളവർ കൊണ്ട് ഉണ്ടായിക്കാം. ഇന്ന് ടോയ്ലറ്റ് തരിക സാധുക്കളെ, ഞാൻ വെറുതെ പറയില്ല, എന്തൊരു ദയനീയത ഇത്, മഹാദയനീയത, ഒരു വല്ലാത്ത ദയനീയത. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു എയർപോർട്ടിൽ സാധുക്കളെ ഈ താടിയും ഇതെല്ലാം കണ്ടിട്ട് ഈ ഒരു ചിപ്പുണ്ട് നമ്മുടെ ശരീരത്തിന്റെ സ്കിന്നിൽ വരെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്നറിയാൻ ഒരു നമ്മൾ സാധാരണ പിന്നെ എന്താ പറയാ നമ്മൾ സാധാരണയായിട്ട് ഒരു ചെറിയ മുറിവൊക്കെ പറ്റിയ ഒരു സ്ലിപ്പ് അവിടെ ഇങ്ങനെ ഒട്ടിക്കല്ലോ റൗണ്ടില്, അതുപോലത്തെ ഒരു ചിപ്പ്. ആ ചിപ്പ് എന്തിനാ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ വരെ എന്തൊളിപ്പിച്ച് വെച്ചാലും അറിയുന്ന ഒരു സാധനമാണ്. എല്ലാരെയും നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ട്, എന്ത് കൊതുകിനെ കൊല്ലുന്ന ഒരു ബാറ്റില്ലേ, അതുപോലത്തെ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ നോക്കില്ല എല്ലാരെയും, കാലിന്റെ ഇടുക്കിലും അവിടെയും ഇവിടെയും ഒക്കെ. കഴിച്ചങ്ങ് കിട്ടുകയാണെന്ന് തോന്നിപ്പോയി ചിലപ്പോ. ഇതൊക്കെ കഴിച്ചങ്ങ് എറിഞ്ഞിട്ട് ഇതാ കണ്ടോടിയോ
മുസ്ലിമിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്താ ചെയ്യുക. എന്നിട്ട് ഓരെന്താ ചെയ്യണറിയോ? രണ്ട് കൂട്ടരിന് അങ്ങനെ ഒക്കെ തപ്പി. മൂന്നാമത്തെ ഒരു സാധനം ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ നിൽക്കണ്ടേ, ഇത് മെഞ്ഞാന്നുണ്ടായതാ. എന്നിട്ട് ഈ സ്ലിപ്പ് ഓൻ എന്റെ ഒരു സ്ഥലത്ത് വരക്കാത്തില്ല. ഞാൻ എന്ത് ജീവിതത്തിൽ ഒരു മുട്ടുസൂചി കയ്യിലെക്കാത്ത മനുഷ്യന്മാരിട്ട് വട്ടം കറക്കല്. ഞാൻ ഇങ്ങനെ പറഞ്ഞതിൽ ക്ഷമിക്കണം, ദേവാസമിതിക്കാരെ ഇങ്ങനെ പൊറുക്കണം. ഞാൻ പറയുന്നത് ഒരു മുസൽമാന്റെ ലോകത്തിലെ അവസ്ഥയെ പറയും. ഇത് വെറുതെ പറയല്ല. ഇപ്പൊ കണ്ണൂർ ബോംബ് ഭീഷണി ഉണ്ടായപ്പോ അവിടുത്തെ തലശ്ശേരിയിൽ ഒരു പ്രസംഗം കഴിഞ്ഞ് ഞാൻ മടങ്ങി വരിക. ഞാൻ പറയണത് ഇതൊക്കെ ഇങ്ങനെ പറയണത് എന്തിനാന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ ഒരു ഇന്ത്യയും കേരളം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവിടെ ഇങ്ങനെ ബോംബ് ഭീഷണിയൊക്കെ വന്നപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോലീസും നായി ഒക്കെ ഉണ്ട്. വെറുതെങ്ങാനും നായി നമ്മളെ അടുത്തേക്കൊക്കെ വന്നിട്ടാൽ ഒരു നോട്ട എല്ലാവരും കൂടി നമ്മളിപ്പോ ഞാൻ എനിക്ക് അനുഭവം. ഞാൻ തീവ്രവാദത്തിനെതിരെ പ്രസംഗിച്ചിട്ട് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ കാത്തുക്കുമ്പോ പോലീസുകാർ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇടയ്ക്ക് നോക്കും. ഞാൻ ഇങ്ങനെ നോക്കുമ്പോ നല്ലോണം നോക്കും. ഞാൻ ഓരോ വെറുതെ നോക്കും. പോലീസുകാർ നല്ല ട്രെയിനിങ് കിട്ടിയതാണല്ലോ. നിങ്ങളൊന്നും കുറ്റപ്പെടുത്തല്ലോ കേട്ടോ. ഞങ്ങളൊരു ദുര്യോഗോ ഒരവസ്ഥ അത് പറയാ. നിങ്ങള് മുസ്ലിം ആയിപ്പോയി എന്നുള്ളൊരു കുഴപ്പമോ വേറൊരു കുഴപ്പവും ഞങ്ങൾക്കില്ല. അത് വേറെ വിഷയം. കുഴപ്പമുണ്ടാക്കുന്നൊക്കെ ആരാണെന്നും മുസൽമാനെ വെച്ച് കുഴപ്പമുണ്ടാക്കിക്കുന്ന ആരാണെന്നൊക്കെ ഇന്ന് ലോകത്തിന് നല്ലപോലെ അറിയാം. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇത് നിങ്ങൾക്ക് കേൾക്കണോ? എനിക്ക് ഈ ഷുഗറിലുണ്ട് ഇടക്കിടക്ക് ഒരു ചായ കുടിക്കും, പള്ളക്കൊരു ചൂടെട്ടാനും ഒരു ചെറിയ മധുരമൊക്കെ കിട്ടിയ ഒരു ഉസാറ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ അവിടുത്തെ കടയിൽ നിന്ന് ഒരു ചായ വാങ്ങി അത് അവിടെ ഇരുന്ന് കുടിച്ചപ്പോ അതൊന്നും പോലീസുകാർ കണ്ടിട്ടില്ല. ആ കുടിച്ച ഗ്ലാസ് ഡിസ്പോസിബിൾ ഗ്ലാസ് യൂസ് മീ എന്നെഴുതിയ ഒരു സാധനം കണ്ടിട്ടില്ല നിങ്ങൾ? കുരങ്ങിന്റെ കോട്ടയൊക്കെ ഇങ്ങനെ അതിലേക്ക് ഞാനത് കൊണ്ടുപോയി ഇട്ട് പോലീസുകാർ ഞാനാണ് പോലീസുകാരെ ഷോൾഡർ ഇങ്ങനെ തട്ടിയിട്ട് സർ അതെ അതൊരു ചായ കുടിച്ച കപ്പ, മീശയും താടിയില്ലാത്ത ആൺകുട്ടികൾ ബോംബിട്ടേച്ച് പോകും, നിങ്ങൾ എന്റെ പിന്നാലെ ഇറക്കണ്ട. ഞാനിത് പറയണെന്തിനാണ് പോലീസുകാരെ കുറ്റപ്പെടുത്തിയല്ല. ഞാൻ പറഞ്ഞല്ലോ എല്ലാ എയർപോർട്ടിലും ഞങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. എല്ലാ എയർപോർട്ടിലും അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് വരെ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. എയർപോർട്ടിലൊക്കെ പോകുന്ന മുസ്ലിങ്ങളോട് മൂത്രമൊഴിക്കാൻ പോകുമ്പം വരെ ബാഗ് പറ്റിയെങ്കിൽ ഒരു കൈകൊണ്ട് കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചോളി. കാരണം എന്താ അറിയോ? ഒരു മുസ്ലിം ആണെങ്കിൽ അവന്റെ ബാഗ് എവിടെങ്കിലും വെച്ച് മൂത്രമൊഴിച്ചാൽ ആ ബാഗില് എന്തെങ്കിലും ഒരു പിടിക്കപ്പെടുന്ന സാധനം കൊണ്ടുപോയിട്ടാ അവന്റെ ജീവിതം എന്നേക്കായിട്ട് കഴിഞ്ഞു. ഞങ്ങളൊക്കെ പേടിക്കുന്ന അങ്ങനെ. സത്യം പറഞ്ഞ എയർപോർട്ടിൽ ഞങ്ങളൊക്കെ ചെയ്യുന്നത് അറിയുന്നത്, ഞാനൊക്കെ ചെയ്യുന്നത് എന്റെ ബാഗിന് ഒരു പട്ടിട്ട് ആ പട്ടിട്ട് പള്ളമ്മൽ കെട്ടിയിട്ടാ മൂത്രയിക്കണം. മൂത്രം ശരിക്കും പോകില്ല, കാരണം ഇത് ജാമായി നിൽക്കുകയല്ലേ. എന്താക്കാനും മുസ്ലിമിന് മൂത്രയിക്കാൻ പോയി സ്വാതന്ത്ര്യം. സത്യല്ലേ? ഇത് വെറുതെ പറയണോ? എത്ര ആൾക്ക് അനുഭവം ഉണ്ട് ഇവിടെ. ഞാൻ ഒന്നുകൂടി പറയാം, ഇത് എത്ര വ്യാപകമാണ് എന്ന് പറയാനാണ് ഞാൻ പറയാറുണ്ട്. കേട്ടോരി ക്ഷമിക്കുക. ഒരാൾ പുതിയ കേൾക്കേണ്ട ഓരോ കേൾക്കാൻ വേണ്ടിയാണ് ഒരു മുസൽമാന്റെ അവസ്ഥ. ഞാനും സുഹേർ ചുക്കത്തറയും കൂടെ മദ്രാസിൽ ഇങ്ങനെ പോവുകയാണ്. എന്റെ കയ്യിൽ ഒരു പെട്ടിയുണ്ട്. സുഹർമലയോട് പറഞ്ഞു ഇന്നേക്കാൾ നിങ്ങളെ താടിക്കുന്നത്, പക്ഷെ ഇന്ന പോലീസ് കുറച്ചു നേരം പിടിച്ചു വെക്കും, നിങ്ങൾ നോക്കിക്കൊള്ളിയായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു ഇന്റെ താടി ഇല്ലെന്നുണ്ട്, എന്റെ താടി എത്ര നിങ്ങളുണ്ടോ? നീട്ടൊന്നും വേണ്ട, എന്റെ കയ്യിൽ വേറൊരു സാധനം ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കൊള്ളിയാണ്. അതെന്താ സംബന്ധം? നല്ലൊരു പെട്ടി. ജർമ്മനിയിൽ നിന്റെ ഒരു സുഹൃത്ത് എനിക്ക് തന്ന നല്ല മൊഞ്ചുള്ളൊരു പെട്ടി. ആ പെട്ടി പിടിച്ച് ഇങ്ങനെ പോകാൻ. അപ്പം പോലീസുകാരൻ അവിടെ നിന്ന് ഞാനും കടന്നപ്പോ സാർ അപ്പൊ എനിക്ക് തോന്നി ഇന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് സംഭവിക്കാൻ പോവുകയാണെങ്കിൽ തിരിഞ്ഞു ഉങ്ങളെത്താ സാർ വാങ്ക സാർ വാങ്ങ. അതിനെ അടി പിടിച്ചെല്ലാം കൂടി ഇന്ന് നാട്ടുകാരൊക്കെ കാണുമ്പോൾ എന്താ വിചാരിക്കുക? നമ്മളെന്തോ കൊലക്കുറ്റം ചെയ്ത് കത്തി ചോരയൊക്കെ പിന്നെ തുടക്കാണ്ട് വെച്ച കത്തിയായിട്ട് പോരുന്നെന്നുള്ള ജാതിയിലാണ് നമ്മളെ വിളി. അതടിച്ചൊന്ന് എന്റെ സാർ ചോദിച്ചു, എന്റെ പെട്ടിക്ക് വിളി ഏതാവത് വെച്ച് സാർ അവിടുത്തെ ഇൻഫർമേഷൻ ഓപ്പൺ പണ്ണുക സാർ. മനസ്സിലായി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? എന്റെ പെട്ടിയിൽ എന്തോന്നുണ്ട് എന്ന് ഇൻഫർമേഷൻ ഉണ്ട്, ഒന്ന് പൊക്കാന്. ഞാൻ നേരെ പൊക്കിച്ച് ആദ്യത്തെ ഷഡ്ഡി, രണ്ടാമത്തെ ഷഡ്ഡി, മൂന്നാമത്തെ ഷഡ്ഡി, 3 ദിവസം അവിടെ നിൽക്കാൻ പോയതാ. അപ്പൊ ആ അടിവസ്ത്രവും ബനിയനും കുപ്പായും എടുത്തിട്ട് പോലീസുകാർ ഇങ്ങോട്ട് വെച്ചു. പോലീസുകാരെ സീക്രട്ട് ക്ലോസ് പണ്ണുക സാർ പോങ്ക സാർ. ശരിക്കും ഞാനൊക്കെ ചോദിക്കേണ്ട എന്താ പോലീസുകാരനോട്? രക്ഷല്ലാന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ, അടിവസ്ത്രാണെങ്കിൽ പോലും കാണിച്ചു കൊടുക്കണ്ടേ. എന്നിട്ട് ഞാനിത് പറയാൻ വിചാരിക്കല്ല, പക്ഷെ ഉണ്ടായ അനുഭവങ്ങൾ അറിയണം. അത്രത്തോളാണ് ഒരു മുസ്ലിം ഇവിടെ അനുഭവിക്കുന്നതെന്ന് എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവർ മനസ്സിലാക്കുക. ഞാൻ എന്റെ പാൻസ് അത് ലേശം ലൂസ് ആയതുകൊണ്ട് നരിയാണ്ട താഴെ ഒരിക്കലും പോകരുത് എന്നുള്ള നിലക്ക് ഞാൻ 3 മടക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ മടക്കിൽ എത്ര സമയം പോലീസുകാരൻ കളിച്ചെന്നറിയും. അന്നപ്പ എനിക്ക് തോന്നി മടക്കും വേണ്ട പാൻറ്റും വേണ്ട, ഇതാണ് കഴിച്ച് എറിഞ്ഞാളെ ഞാൻ എന്താണ്. പിന്നെ എല്ലാ ജാതി മതത്തിൽപ്പെട്ടോലും നമ്മൾ അറിയുന്നത് കൊണ്ട് 5 ജാതി പണി. APJ അബ്ദുൽ കലാമിനെ അമേരിക്കയെ കൊണ്ടുപോയിട്ട് എന്താ ചെയ്ത്?
മമ്മൂട്ടിനെ അമേരിക്കയിൽ എന്താ ചെയ്ത് എല്ലാവർക്കും അറിഞ്ഞൂടെ? എന്താക്കും നമ്മള്? പേര് മമ്മൂട്ടി എന്നായിപ്പോയി, APJ അബ്ദുൽ കലാം എന്നായിപ്പോയി. ഒരു മുസ്ലിമിന്റെ പേര് ഉസാമ എന്ന് പേരിട്ടൊരു കുട്ടി അമേരിക്കയിൽ എന്ത് കളിച്ചിട്ടും അവന് പോകാൻ കഴിഞ്ഞില്ല. ഉസാമ എന്ന് പേരിട്ട് പോയ ഏതോ ഒരു ബാപ്പ ഉസാമയെ അറിയാത്ത. ഞാൻ പറയുന്നത് ഒരു മുസൽമാന്റെ ചിത്രം. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണ്ട. എന്താ അറിയുന്നത്? ഖുർആനിലെ 28-ാം അധ്യായം 83-ാമത്തെ വചനം. അതിന്റെ അർത്ഥം എന്താ അറിയുന്നത്? അല്ലാഹ് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാണ്, തിൽക ദാറുൽ ആഖിറ. ദാറുൽ ആഖിറത്ത് ആർക്കുള്ളതാ നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ചോദ്യം. ദാറുൽ ആഖിറത്ത് ആർക്കുള്ളതാ നിങ്ങൾക്ക് അറിയാമോ? അത് ആർക്കുള്ളതാ? ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാത്ത, ഫസാദ് ഉണ്ടാക്കാത്ത ആളുകൾ ഞങ്ങൾ ഉറപ്പ് തരുന്നു, നിങ്ങൾക്ക് ഈ രാജ്യത്തിന് ഉപദ്രവമുള്ള ഒന്നും മുസ്ലിങ്ങൾ ചെയ്യുന്നില്ല. അവരെ വിലക്കെടുത്ത് ചെയ്യിപ്പിക്കുന്ന ചിലരുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. പാരീസിൽ ട്രക്കർ കയറ്റിയിട്ട് 2ാമത്തെ ബോംബിംഗ്. ആ ആളെ പറ്റി ലോക മീഡിയകൾ എഴുതിയതെന്താ? അയൽവാസികൾ പോലും പറഞ്ഞ എന്താ? അയൽവാസികളായിട്ട് ഒരു ബന്ധമില്ല. ഒരു മുസ്ലിം അയൽവാസിക്ക് സ്വത്ത് കൊടുക്കണോ സംശയിച്ച മതായത്. അത്ര ബന്ധം. ഓൻ അയൽവാസികളായിട്ട് ഒരു ബന്ധവുമില്ല, ആരോടും ചിരിക്കാറില്ല, ആരോടും മിണ്ടാറില്ല. അങ്ങനത്തെ ഒരുത്തരം മുസ്ലിം ആക്കി കൊണ്ടുവന്ന് മുസ്ലിങ്ങളെ എന്തിന്? അതിന്റെ മുമ്പ് പാരീസിൽ പോകുമ്പോഴല്ലോ ഒരുത്തൻ. ഓനെ പറ്റി അവന്റെ പെങ്ങൾ പറയുന്നത് ജീവിതത്തിൽ കാക്കാൻ അടിച്ച് തള്ളിയിട്ട പോലും നിസ്കരിക്കില്ല. ഓൻ കാപ്പറല്ലേ. പിന്നെ എന്റെ കാക്കാന്റെ മുഖ്യ വ്യവസായം മയക്കുമരുന്ന് വിൽക്കലാണ്. ഇസ്ലാം ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വിൽക്കുന്ന ഒരു കൊട്ടേഷൻ പാർട്ടി. ഞാന് തമ്മന ഷാജിന്റെ പ്രസംഗം കേൾക്കുകയും പ്രസംഗം കൊളാക്കാൻ വന്ന ആളാണ് തമ്മന ഷാജി. ഞാനത് എന്തൊരു പേര് ധരിക്കുന്ന ഒരു വിവാദത്തിനല്ല. അദ്ദേഹം നമ്മുടെ പരിപാടി കൊളാക്കാൻ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഷാജി, ജീവിതത്തിൽ ഒരുപാട് തിന്മ ചെയ്തൊരു മനുഷ്യനാണ്. ഈ ധീരത കാണിക്കേണ്ടത് അധർമ്മം ചെയ്യാനല്ല, ധർമ്മത്തിന്റെ കാവലാളാകാനാണ് ശക്തിയും കഴിവും വേണ്ടത്. അധർമ്മം ചെയ്യാൻ എന്താ? ഒരു കത്തി പിടിച്ച് ആരെയും കുത്തിക്കൂടി കാണുന്നപോലെ ഒരിക്കലും മനുഷ്യനെ വേദനിപ്പിക്കില്ല എന്നുള്ള മനസ്സിന്റെ കരുത്താ ശരിക്കുള്ള കരുത്ത്. റസൂലുള്ളാഹി പറഞ്ഞ അതാണ്, കോപം വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്നവനാ ശക്തൻ. ഫൈസലിനെ കൊന്നു തള്ളിയപ്പോഴും റിയാസ് മൗലവിയെ കൊന്നു തള്ളിയപ്പോഴും മുസൽമാൻ കാണിച്ച ആർജവും ശക്തിയും അതാണ് പൗരന്മാരെ, അതാണ് ഇന്ത്യക്കാരെ, അതാണ് കേരളീയരെ. കാരണം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധനായ കവി അല്ലാമാ ഇഖ്ബാൽ അദ്ദേഹം പറഞ്ഞ വാചകം, ഹിന്ദുവും മുസ്ലിമും ഭാരതത്തിന്റെ ജ്വലിക്കുന്ന 2 കണ്ണുകളാണ്. ജ്വലിക്കുന്ന 2 കണ്ണുകൾ. നമ്മൾ ജ്വലിക്കുന്ന കണ്ണുകളാണ്. ഭാരതാംബയുടെ കണ്ണിലെ കരടല്ല നമ്മൾ, ഭാരതത്തിന്റെ ജ്വലിക്കുന്ന കണ്ണുകൾ. ഹിന്ദു മുസ്ലിമും അത്രയും സാഹോദര്യത്തിൽ ജീവിക്കേണ്ടവർ. നമ്മൾ മതം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഏത് മതം, ഏത് ഇത് എന്നൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നറിയില്ല എനിക്ക്. ഇസ്ലാം, ഖുർആൻ, വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൽ 114 അധ്യായം. ഇനി ഞാൻ പറയുന്ന മേഖല ദിവ്യകാരുണ്യത്തിന്റെ മഹാമതമാണ് ഇസ്ലാം എന്നതിന്റെ പ്രകടമായ ചില കാര്യങ്ങൾ പറയാൻ ഞാൻ നല്ലവണ്ണം നിങ്ങൾ ആലോചിക്കണം. വിശുദ്ധ ഖുർആൻ മാനവർക്കുള്ള ഗ്രന്ഥമാണ്. ലോകത്തിന് മുഴുവനും പ്രകാശമാണ് ഇസ്ലാം. ഖുർആൻ ദൈവിക ഗ്രന്ഥമായ ഖുർആൻ. ആ ഖുർആനിലെ 114 അധ്യായം, 113 അധ്യായം തുടങ്ങുന്നത് എങ്ങനെ അറിയുന്നത്? അധ്യായം തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. 20-ാം അധ്യായം സൂറത്ത് നംലിൽ 2 തവണ ബിസ്മില്ല പറയുന്നുണ്ട്. അതുകൊണ്ട് 114 തവണ ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നു. ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പരമകാരുണ്യകനും കരുണാവാരിധിയുടെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ വായന തുടങ്ങുന്നത്. 114 അധ്യായത്തിലും അത് ആവർത്തിക്കും. എന്തൊരു നന്മ ചെയ്യുമ്പോൾ പടച്ചോന്റെ നാമത്തിലാണ് തുടങ്ങുന്നത്. ഞാൻ ചോദിക്കുന്നത്, പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറയുന്ന ആ പരമകാരുണ്യകൻ എന്ന് അള്ളാഹിന്റെ സിഫത്ത് ഉദ്ഘോഷിക്കുന്ന ഒരു സമൂഹത്തിനെ ആ കരുണാമയനായ റബ്ബ്
ഹിന്ദുക്കളെ കൊല്ലാൻ മുസ്ലിങ്ങളെ പഠിപ്പിക്കുകയോ? ക്രിസ്ത്യാനിനെ കൊല്ലാൻ മുസ്ലിങ്ങളെ പഠിപ്പിക്കുകയോ? കുട്ടികളെ കൊല്ലാൻ മുസ്ലിങ്ങളെ ഇസ്ലാം പഠിപ്പിക്കുകയോ? അല്ലാഹ് പരമകാരുണ്യകനാണെന്നും ലോകത്ത് വേറൊരു വേദഗ്രന്ഥത്തിൽ ആ വാചകമില്ലല്ലോ, ഇല്ലേലോ. ആ വാചകം ആവർത്തിച്ച് പറയുന്ന ഒരു ഗ്രന്ഥവും ആകാശത്തിന്റെ ചുട്ടിലില്ലല്ലോ. ഋഗ്വേദ, സാമവേദ, അഥർവവേദ, യജുർവേദാദികളില്ലല്ലോ. സെന്നവസും തെൽമൂദും ഇല്ലല്ലോ. ഓൾഡ് ടെസ്റ്റ്മെന്റും ന്യൂ ടെസ്റ്റ്മെന്റും ഇല്ലല്ലോ. 108 സുപ്രധാനമായ ഉപനിഷത്തുകളില്ലല്ലോ. ഇല്ല. ഖുർആനിനെ പോലെ പരമകാരുണ്യകനും കരുണാവാരിധിയുമായ ദൈവത്തിന്റെ നാമത്തിൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ലോകത്ത് വേറുണ്ടോ? ഇല്ല. ഇല്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാൻ. അതുകൊണ്ട് മുസ്ലിമിന് കാരുണ്യ വിരുദ്ധ പ്രവർത്തനം ചെയ്യാൻ കഴിയില്ല. മുസ്ലിമിന് കഴിയില്ല. നിങ്ങൾ ചോദിക്കുക ISIS ചെയ്യുന്ന ISIS ഇസ്ലാം അല്ല, മുസ്ലിങ്ങളും അല്ല. അതും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, മുസ്ലിങ്ങളല്ല. അത് ഞാൻ പറയല്ല, ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ പറഞ്ഞ വാചകം. ഞങ്ങളാണ് ISIS ഉണ്ടാക്കിയത്. ടോണി ബ്ലെയറിന്റെ വാക്കാണ്. എത്ര ആൾ കേട്ടു? അത് പത്രത്തിൽ എത്ര ദിവസം ചർച്ച ചെയ്തു? ഒരു മൂലയിൽ ഒരു വാചകം. ടോണി ബ്ലെയർ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ISISന്റെ നിർമ്മിതിയുടെ പിന്നിൽ ഞങ്ങളാണ്, ഞങ്ങളുടെ കൊള്ളരുതായ്മയുടെ ബൈ പ്രൊഡക്റ്റ് ആണ്. സത്യല്ലേ? അമേരിക്കൻ ഇന്റലിജൻസിന്റെ ഡയറക്ടറാണ് 3 കോടി രൂപ ISISന്റെ ആളുകൾക്ക് പഠന ക്യാമ്പ് എടുക്കാൻ വേണ്ടി കൊടുത്തു. അറിയോ നിങ്ങൾക്ക്? ഇനി ഞാൻ ഇവിടുത്തെ എന്റെ പ്രസംഗം കേൾക്കുന്ന ഹിന്ദുക്കളോട്, മുസ്ലിങ്ങളോട്, ക്രിസ്ത്യാനിയോട് ചോദിക്കുക, അമ്പലത്തിൽ ബോംബ് വെക്കാൻ ഒരു ഹിന്ദു ഭക്തൻ തയ്യാറാവോ? ശബരിമലയിൽ ബോംബിടാൻ ഒരു ഹിന്ദു തയ്യാറാവോ? എങ്കിൽ മക്കയും മദീനയും ലോകത്തെല്ലാവർക്കും പരിശുദ്ധമാണ്. ലോകത്തിലെ എല്ലാ മനുഷ്യരും ആ മക്കയിലും മദീനയിലും ബോംബിടാൻ ISIS വന്ന് എന്തിന്? അല്ലെങ്കിൽ ഞാൻ വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ. മുസ്ലിങ്ങൾ ഭീകരവാദികളാണ്, ഇസ്ലാം ഭീകരവാദമാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. ആത്മാർത്ഥമായി, സത്യസന്ധമായി, നീതിബോധത്തിൽ നിന്നുകൊണ്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഗുജറാത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഹൈന്ദവരുടെ ആണോ കൂടുതൽ, മുസ്ലിങ്ങളുടെതാണോ? ആത്മാർത്ഥമായി ചോദിക്കാൻ, അതിനെപ്പറ്റി അറിയാവുന്നവരോട് ചോദിക്കാൻ. ആത്മാർത്ഥമായി ഇന്ത്യയിൽ നടന്ന വർഗീയ കലാപങ്ങളിൽ മുസ്ലിങ്ങളുടെ എണ്ണാണോ ഏറ്റവും കൂടുതൽ, അമുസ്ലിങ്ങളുടെ എണ്ണാണോ? നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. എനിക്കുത്തരമുണ്ട്, എനിക്കതിനൊക്കെ കൃത്യമായ ഉത്തരമുണ്ട്. ഈ രാജ്യത്തിന്റെ ഏതൊരു സ്പന്ദനത്തെയും ശ്രദ്ധിക്കുന്നവരെന്ന നിലയ്ക്ക് എനിക്ക് ഉത്തരമുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയും, ISIS രൂപീകൃതമായതിനു ശേഷം അവര് കഴുത്തറുത്ത, അവര് കൊന്ന എണ്ണം 10 ക്രിസ്ത്യാനികളാണോ? എന്നിട്ടൊരു മുസ്ലിമാണോ? അല്ല, 1,00,000 മുസ്ലിം. അതിൽ പെട്ടുപോയാൽ മറ്റുള്ളവർ. സത്യല്ലേ? മുസ്ലിങ്ങളെ മാത്രം കൊല്ലാൻ മുസ്ലിങ്ങൾ ഒരു സംഘടന ഉണ്ടാക്കും. വിവരമുള്ളവർ പറ, ബുദ്ധിയും കഥയുള്ളവർ പറ. അമേരിക്കയും ഇസ്രയേലും ബ്രിട്ടനും ചേർന്ന് ഉണ്ടാക്കിയാണ് ISIS. പുതിയ ലോകത്തിന്റെ, പുതിയ കാലത്തിന്റെ കൊടമ്പളി ശബ്ദത്തെ, ചുവരെഴുത്തുകളെ വായിക്കണം നിങ്ങൾ. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ. തെൽമൂദ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഒരു വാചകമുണ്ട്, തെൽമൂദ് എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ പറയുന്നത് അറിയുന്നത്, ആ ഗ്രന്ഥത്തിൽ പറയുന്നത് അകാരണമായി ഒരു ജൂതനെ കൊന്നാൽ, അടിവരട്ടോളി, അകാരണമായി ഒരു ജൂതനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ ജൂതനെയും കൊന്നവനെ പോലെയാണ്. അകാരണമായി ഒരു ജൂതനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ ജൂതനെയും കൊന്നവനെ പോലെയാണ്. ഒന്നുകൂടെ കേട്ടോളൂ കേട്ടോ വാചകം. ഏതാ വർഗീയത, ഏതാ വിഭാഗീയത നിങ്ങൾ ശരിക്കും കേൾക്കണം. അകാരണമായി ഒരു ജൂതനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ ജൂതനെയും കൊന്നവനെ പോലെ. അപ്പൊ ആർക്കും അവിടെ പ്രധാനം? ജൂതന്മാർക്ക്. എന്നാൽ ഖുർആനിലൊരു വചനമുണ്ട്, തെൽമൂദിലുള്ള വാചകം പറഞ്ഞു, ഇസ്രായേൽ എന്താ, ജൂതൻ എന്താന്ന് ആദ്യം പഠിക്കാൻ. പക്ഷെ ആ ജൂതന് പോലും അഭയം നൽകിയ നാടാണ് ഇത് ഈ മാതൃസ്ഥാനം. മനസ്സിലായോ? ഈ രാജ്യം മതദ്വേഷം ഏതുമില്ലാതെ സോദരത്തേനെ വാഴുന്ന മാതൃസ്ഥാനമല്ലിത്. ഈ നാട്. മനസ്സിലായോ? ഇനി ഞാൻ പറയാം, നിങ്ങൾ ശരിക്കും ചിന്തിച്ചോളാം. അകാരണമായി ഒരു ജൂതനെ കൊന്നവൻ ലോകത്തുള്ള മുഴുവൻ ജൂതനെയും കൊന്നവനെ പോലെ. അതാ വർഗീയത ഖുർആനിൽ. സുഹൃത്തുക്കളെ, ഈ കാട്ടുമുണ്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു ഇസ്ലാമിക വിജ്ഞാനം പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥാപനത്തിന്റെ പിരിവിന് വേണ്ടി ഒരു വന്നിട്ടുണ്ട്. അവർ നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ അവരെ സഹായിക്കാം. മരണാനന്തര ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടാൻ മറക്കണ്ട. ബാക്കിയൊന്നും ഇവിടെ ഒക്കെ ടേച്ച് എല്ലാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം 32 എന്താ ഉള്ളത്? അകാരണമായി ഒരു മനുഷ്യനെ കൊന്നാൽ. കണ്ടോ? മറ്റേതെന്താ പറഞ്ഞേ? അകാരണമായി ഒരു ജൂതനെ കൊന്നാൽ. ഖുർആനിലോ അകാരണമായി ഒരു മനുഷ്യനെ കൊന്നാൽ. ഇനി ആ ഭാഗങ്ങൾ ഇങ്ങനെ ഒന്ന് എഡിറ്റ് ചെയ്തോ. അകാരണമായ ഒരു BJP-ക്കാരനെ കൊന്നാൽ,
അകാരണമായ ഒരു RSSകാരനെ കൊന്നാൽ, അകാരണമായ ഒരു ഹിന്ദുവിനെ കൊന്നാൽ, ആര് കൊന്നാൽ, ഏതോ കൊന്നാൽ, അല്ല പറയണെന്ത്, ലളിതമായി പറയാം, തിരൂര് വെച്ചൊരു ഹിന്ദുവിനെ, ഒരു തെറ്റും ചെയ്യാത്ത ഒരു ഹിന്ദുവിനെ കൊന്നാൽ, മുസ്ലിം കൊന്നാൽ, ആ മുസൽമാനെ പറ്റി ഖുർആൻ പറയുന്നത് അറിയോ? നല്ല പണി ചെയ്തെന്ന അല്ല, പിന്നെ 715 കോടി മനുഷ്യരുടെ ഈ ഭൂമിയിൽ ഓല മുഴുവനും കൊന്ന കൊലയാളി. ഒന്നുകൂടെ കേട്ടോ, നല്ലോണം കേട്ടോ, എന്താ പറഞ്ഞേ? ഇനി ഒന്നുകൂടെ ഞാൻ പറയാം. തിരൂര് വെച്ച് ഒരു അമുസ്ലിമിനെ വെറുതെ കൊന്നു ഒരു മുസ്ലിം. ഓനെ പറ്റി അല്ല എന്താ പറഞ്ഞേ? ആ മുസ്ലിമിനെ പറ്റി, കൊല്ലപ്പെട്ട മുസ്ലിമിനെ പറ്റിയല്ല, ആ കൊന്ന മുസ്ലിമിനെ പറ്റി. 715 കോടി മനുഷ്യർ ഒരാൾ കൊന്ന ഓൻ എത്ര വലിയ കുറ്റവാളിയായിരിക്കും? അത്ര വലിയ കുറ്റവാളിയാണ് അകാരണമായ ഒരു മനുഷ്യനെ കൊന്നവൻ. ഞാനൊന്ന് അഭിമാന പുരസ്സരം പറഞ്ഞോട്ടെ, അല്പം വെല്ലുവിളിയോടെ പറഞ്ഞോട്ടെ. അതിന് തുല്യമായൊരു വചനം ലോകത്തെ മുഴുവൻ മതഗ്രന്ഥങ്ങൾ പരിധിയാലും നിങ്ങൾക്കൊരു അതിന്റെ 7 അയലത്തെത്തുന്ന ഒരു വാചകം കാണാൻ കഴിയില്ല. എന്നാ പോരെ നിങ്ങൾക്ക് അതിന്റെ 7 അയലത്തെത്തുന്ന ഒരു വാചകം, ആ ഖുർആന്റെ വാചകത്തിൽ മനുഷ്യ ജീവന് വില കൽപ്പിച്ച ഇന്ത്യ രാജ്യം ഇന്ന് മനുഷ്യന് വില കൽപ്പിക്കുന്നുണ്ടോ? ഇല്ല എന്ന് ഞാൻ പറയും. ഇന്ത്യൻ ഭരണകൂടം മനുഷ്യർക്ക് വില കൽപ്പിക്കുന്നുണ്ടോ? ഇല്ല. പശുവിനും പന്നിക്കും നായക്കും പൂച്ചക്കും വലിയ വില, മനുഷ്യനൊരു വിലയില്ല. എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. എല്ലാവർക്കും പശുവിനെ തൊട്ടാൽ ജീവപര്യന്തം ഇല്ലേ, കൊല്ല. മനുഷ്യനെ തൊട്ടാൽ അവാർഡ്, നാഷണൽ അവാർഡ്, വലിയ വലിയ പദവി. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യസേനയായ ഗാന്ധിജിയെ കൊന്നതിന് ഗോഡ്സേക്ക് കിട്ടിയ സ്ഥാനം എന്താ? അമ്പല നിർമ്മിതി. സത്യല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലായില്ല. പശുവിനെ തൊട്ടാലും പശുവിനെ കൊന്നാലും തൂക്കിക്കൊല്ലും. ഗാന്ധിജിയെ കൊന്നാലോ അധികാര സോപാനങ്ങളിൽ ഇരുത്തും, അമ്പലം ഉണ്ടാകും, എന്നിട്ട് അവിടെ ദൈവമായിട്ട് പ്രതിഷ്ഠിക്കും. അപ്പൊ ആർക്കാ മൂല്യം? പറഞ്ഞോളൂ, ചിന്തിച്ചോളൂ, നല്ലവണ്ണം ആലോചിച്ചോളൂ. മനുഷ്യർക്ക് വില കൽപ്പിക്കാത്ത ഒരു രാജ്യമായി ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ മാറാൻ പാടില്ല. അതുകൊണ്ട് 2ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാഹളം മുഴങ്ങുന്നുണ്ട് ഈ രാജ്യത്ത്. നിങ്ങൾ മനസ്സിലാക്കുക, മനുഷ്യനെ മനുഷ്യനായി കാണാൻ ഇന്ത്യൻ ഭരണഘടന അത് നന്നായി പറഞ്ഞു. അതിന് ഞാൻ ചരിത്രത്തിൽ ചില സംഭവങ്ങൾ പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ചെടികൾക്ക് ജീവനുണ്ട്, മരത്തിന് ജീവനുണ്ട്. അറിയില്ല എല്ലാവർക്കും? ഇപ്പൊ എല്ലാവർക്കും അറിയാം. മുമ്പ് അറിയുമായിരുന്നോ? ഇല്ല. നമ്മൾ മാവിന് കല്ലെറിയാറ്, സത്യല്ലേ? ആണ്. മാവിന് കല്ലെറിയുന്നത് പാവാണോ പാവല്ലേ? ഉത്തരം പറയാൻ പറ്റും. മാവിന് കല്ലെറിയുന്നത് പാപമാണോ അല്ലേ? ഞാൻ ചോദിക്കുന്നു നിങ്ങളോട്, ആർക്കെങ്കിലും ഉത്തരം പറയാം. ആണോ അല്ലേ? ആണോ അല്ലേ? എന്താ? ഒരു മാവിൽ മാങ്ങയുണ്ട് നിറച്ചും, ആ മാവ് കല്ലെറിയാൻ പാടുണ്ടോ ഇല്ലേ? ചോദിച്ചോ ഇസ്ലാമിനോട്? ടക്ക് ടക്ക് എന്ന് പറഞ്ഞ മറുപടി വരും. ഉണ്ടെങ്കിണ്ടില്ലേ? ഇല്ല. മാവിന് കല്ലെറിയുന്നത് പാപമാണ്, മനുഷ്യനെ കല്ലെറിയുന്നതിനേക്കാൾ. ഇസ്ലാമ പറയുന്ന എന്താ അങ്ങനെ പറയാൻ എന്താ കാരണം? മനുഷ്യനെ പറയുന്ന ഒരു വാചകം എന്താ അറിയോ? അതൊരു കേട്ടോളി. ഒരാളുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ നഖം തട്ടിയിട്ട് ഒരു തുള്ളി രക്തം പൊടിയാന്ന് പറയുന്നത്, അതൊരു കേട്ടോളി, ഈ ലോകം മുഴുവനും നശിക്കുന്നതിനേക്കാൾ ഭയാനകരമാണ്. അതായത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി ചോര ഉറ്റിക്കലാണോ പാപം, ഈ ലോകം മുഴുവനും തകരാറാണോ ചോദിച്ചാൽ ഇസ്ലാം പറയുന്നത് അറിയോ? ഒരു തുള്ളി ചോര പൊടിയരുത്, ലോകം മുഴുവൻ നശിച്ചോട്ടെ എന്ന്. അതാണ് ഇസ്ലാം. ഏതാണ് ഇസ്ലാം? അതാണ് ഇസ്ലാം. ഏത്? ഒരു തുള്ളി. ഇനി നിങ്ങൾക്കറിയോ കത്തി എങ്ങനെ പിടിക്കേണ്ട കയ്യിൽ? കത്തി ഇസ്ലാം പഠിപ്പിക്കാൻ. ഞാനൊരു കത്തി തമാശയായിട്ട് പോലും ഒരുത്തന്റെ നേരെ ഓങ്ങിയാൽ ഇസ്ലാം എന്താ പറയണേ? ആകാശത്തിന്റെ മുഴുവൻ പട്ടാളവും നിന്നെ ശപിക്കും. ഒരു കത്തി ഒരുത്തന്റെ നേരെ ചൂണ്ടിയാല്, കളവെടുത്താനൊക്കെ അങ്ങനെയാണല്ലോ, ആ ചൂണ്ടൽ പോലും ലക്ഷോപലക്ഷം മലക്കുകളുടെ ശാപത്തിന് കാരണമാണ്. ഇനി അങ്ങാടി കൂടെ വാള് കൊണ്ടുകൊണ്ട് എങ്ങനെ? അങ്ങാടി കൂടെ വാള് കൊണ്ടുകൊണ്ട് അതിന്റെ മൂർച്ച ഭാഗം താഴോട്ട് താത്തിപ്പിടിച്ചിട്ട് ഒരു കാരണവശാലും മുന്നോട്ട് ഇങ്ങനെ ആയി നടക്കരുത്, കൂർപ്പുള്ള ഒരു ഭാഗവും ഇങ്ങനെ കൊണ്ടുപോകരുത് എന്ന് എപ്പ പഠിപ്പിച്ച? അത് ഇന്ന് പഠിപ്പിച്ച? കുത്തി വേദന ആയതിനു ശേഷം പഠിപ്പിച്ച അല്ല, പടച്ചോൻ പഠിപ്പിച്ച അള്ളാന്റെ മതം. അങ്ങനത്തെ ഒരു മതം ആലോചിക്കണം നിങ്ങള്. നിങ്ങൾ വേറൊന്നോട് ആലോചിച്ചു. 2 കഷ്ണം പശുവിറച്ചി, അതിനെ പശുവിറച്ചി ആയിരുന്നില്ല, അത് പിടിച്ചിട്ട് സൂക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടാണല്ലോ അഖ്ലാഖിനെ കൊന്ന്. എനിക്കവിടെ എന്റെ ചിന്ത കേട്ടോ ഞാൻ പറയുന്നത്. 2 കഷ്ണം ഇറച്ചി എന്ന് പറഞ്ഞ ഒരു 50 ഗ്രാമൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. 50 ഗ്രാം പശുവിറച്ചിനേക്കാളും 57-60 കിലോ ഉള്ള അഖ്ലാഖിന്റെ ഇറച്ചിക്ക് ഒരു മൂല്യവുമില്ല. ഇയാളെ ശരീരത്തിൽ ഇയാൾ മൊത്തം നോക്കി 60 കിലോ 65 കിലോ ഉണ്ടോ?
അയാൾ ഫ്രിഡ്ജിലുള്ള ഇറച്ചിയോ 2 കഷ്ണം. ആ 2 കഷ്ണം ഇറച്ചിക്ക് മൂല്യം 70 കിലോ മനുഷ്യ ശരീരത്തിൽ ഇറച്ചിക്ക് മൂല്യമല്ല. ഞാൻ ഒന്നുകൂടി പറയാം, ഇപ്പം നമ്മുടെ നാട് ഭരിക്കുകയും നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണമെന്ന് വിചാരിച്ച് കുറെ സംഘം നടപ്പാക്കുണ്ടല്ലോ. ഒരു മനുഷ്യന്മാരെ പറ്റി ചിന്തിച്ചവരല്ല, മനുഷ്യത്വമുള്ളവരുമല്ല, മനുഷ്യരെ കുറിച്ച് ചിന്തിച്ചവരുമല്ല, മൂല്യം ജീവിതത്തിൽ പഠിച്ചവരുമല്ല, മൂല്യമുള്ളവരിൽ നിന്ന് അവർ മതവും പഠിച്ചിട്ടില്ല. നേരെ മറിച്ച് ശ്രീരാമൻ ആരാ? ഇന്ത്യക്കാർക്ക് അറിയാത്ത ഒരാളുണ്ട്, ശ്രീരാമൻ. ഇന്നത്തെ ഇന്ത്യ, ഞാൻ വെറുതെ പറയല്ല. ആരാ ശ്രീരാമൻ? രാമൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താ? ഞാൻ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാ പറയും. രാമൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താ? രമ്യത ഉണ്ടാക്കുന്ന ആള്. രണ്ടാള് തെറ്റിയാല് ഓൽക്കിടയിൽ ഐക്യം ഉണ്ടാക്കുന്ന ആള്. സമ്മതിച്ചോ? ഞാൻ പറഞ്ഞിടത്തേക്ക് വരും, ഒന്നുകൂടെ കേട്ടോളൂ. ആ രാമന് രണ്ടാള് നമ്മൾ തെറ്റിയാല് രമ്യത ഉണ്ടാക്കുന്ന ആളാണ് ശ്രീരാമൻ. പക്ഷെ എന്താ ഇവിടെ ഉണ്ടായത്? രാമന്റെ പേര് പറഞ്ഞ എന്താ ഉണ്ടായത്? നിങ്ങൾക്ക് ചരിത്രത്തിൽ ഒരു കാര്യം ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ കേട്ടോളി. ഗാന്ധിജിയെ കൊല്ലുമ്പോ ഗാന്ധിജി ചൊല്ലിയത് എന്താ? ഹരേ റാം ഹരേ റാം എന്ന് പറഞ്ഞിട്ട് ഗാന്ധിജി മരിച്ചു. ഗാന്ധിജിനെ കൊന്ന ഗോഡ്സെ ചൊല്ലിയത് എന്താ? ഹരേ റാം ഹരേ റാം ഹരേ റാം. എങ്ങനെ എങ്ങനെ ഗാന്ധിജി കൊല്ലപ്പെടുമ്പോ ചൊല്ലിയത് എന്താ? ഹരേ റാം ഹരേ റാം. ഗോഡ്സെ ചൊല്ലിയതോ? ഹരേ റാം ഹരേ റാം ഹരേ റാം. കുറച്ച് മുടിപ്പ് കൂടുതലുണ്ടായിരുന്നു ആ ഒച്ചക്ക്. ഇനി ഈ 2 പേരും ഗോഡ്സെ ഗാന്ധിജിനെ കൊല്ലുമ്പോ ഗോഡ്സെ പറയുന്നെന്തറിയോ? ഞാൻ ശ്രീരാമന് വേണ്ടി കൊന്നു. കൊല്ലപ്പെട്ട ഗാന്ധിജി പറഞ്ഞെന്തറിയോ? ഞാൻ ശ്രീരാമന് വേണ്ടി മരിച്ചു. ഞാന് ശ്രീരാമന് വേണ്ടി മരിച്ചു. ഗോഡ്സെ പറഞ്ഞതോ? ഞാൻ ശ്രീരാമന് വേണ്ടി കൊന്നു. ഇത് 2 ശരിയാവോ? ഇത് ശരിയാവൂല എന്നുള്ളതിന് എന്റെ തെളിവുണ്ടോ? എന്റെ അടുത്ത് തെളിവുണ്ട്, സോളിഡ് എവിഡൻസ്. ഞാൻ പറഞ്ഞുതരാം കേട്ടോളി. എന്താ? ഇന്ത്യ സ്വതന്ത്രമായപ്പോ മൗണ്ട് ബാറ്റൻ ബറുവിന്റെ കൈകളിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമായി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഏറ്റെടുത്ത് പ്രഥമ പ്രധാനമന്ത്രിയായി. സത്യല്ലേ? അപ്പൊ ഗാന്ധിജി എവിടെയായിരുന്നു മക്കളെ? ആർക്കെങ്കിലും അറിയോ ഗാന്ധിജി എവിടെയായിരുന്നു? ഗാന്ധിജി എവിടെയായിരുന്നു? നവഗാലി ജില്ലയിലെ ഹിന്ദു മുസ്ലിം വൈരം തീർത്ത്. നോട്ട് ചെയ്തോളി. രാമൻ എന്ന ഗാന്ധിജി രാമൻ എന്ന് പറയുമ്പോഴുള്ള അർത്ഥവും ഗോഡ്സെ രാമൻ എന്ന് പറയുന്ന അർത്ഥവും വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ രാമഭക്തന്മാരായ ഒരുപാട് ഹൈന്ദവ സുഹൃത്തുക്കളുണ്ട്. അവരുടെ രാമഭക്തി അല്ല ലാൽ കൃഷ്ണ അദ്വാനിയുടെ രാമഭക്തി, വിനയ് കത്യാറിന്റെ രാമഭക്തി. അതുപോലെ എന്താ സ്വാതി പ്രാചി എന്ന് പറയുന്ന പെണ്ണിന്റെ ശ്രീരാമ ശബ്ദം. എന്തുകൊണ്ട്? അത് കേട്ടോളൂ നിങ്ങള്. നവഗാലി ജില്ലയിൽ ഹിന്ദു മുസ്ലിം വൈരം തീർക്കാൻ ഓടി നടന്ന ഗാന്ധിജി ശരിക്കും എന്താ ചെയ്ത്? ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടും തല്ലല്ലേ, നിങ്ങൾ ഒന്നാകേണ്ടവരാണ്. ഇപ്പൊ രാമൻ എന്ന ഭക്തന്റെ അർത്ഥം എന്താ? തമ്മിൽ തല്ലുന്നവരെ ഒന്നിപ്പിക്കുന്നവൻ. യഥാർത്ഥ രാമഭക്തനാരാ? ഗാന്ധിജി. അങ്ങനെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെ ഒന്നിപ്പിക്കുന്നത് കണ്ട് സഹിക്കാതെ ഇത് ഹിന്ദു രാഷ്ട്രം മാത്രമാക്കണം എന്ന് പറഞ്ഞ് ഭ്രാന്ത് മൂത്ത് ഹരേ രാം വിളിച്ച ആളാരാ? ഗോഡ്സെ. അപ്പൊ ഗോഡ്സെ ശരിക്കും ഭക്തനാണോ? നമ്മൾ ചിന്തിക്കാം. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞ വാചകങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നബി ഇങ്ങനെ നടന്നു പോവുകയാണ്. കേട്ടോ, നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് മുതൽ ഇത് പ്രാവർത്തിയാക്ക്. ഇന്ന് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നടന്നു പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ, ഒരു പയ്യൻ, അവന് മാവിനെറിയാണ്. മാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു ഫ്രൂട്ടുള്ള വൃക്ഷത്തിന് എറിയാൻ. ഈത്തപ്പഴമായിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണാൻ. എന്തോ അപ്പൊ അതിന്റെ സ്കിന്ന് നീങ്ങിയിട്ടുണ്ട്. കല്ല് കൊണ്ടിട്ട് ആ മരത്തുനിന്ന് തോല് പോയിട്ടുണ്ട്. പ്രവാചക തിരുമേനി അതുവഴി കടന്നു പോകുമ്പോ പ്രവാചകൻ ചോദിക്കും, മോനെ എന്തായത്? പ്രവാചകന്റെ 1400 വർഷങ്ങൾക്ക് മുമ്പാട്ടോ ചെടിക്കും മരത്തിനും ജീവനുണ്ട് എന്ന് നമ്മളിപ്പോ കണ്ടെത്തിയ. ജീവനുണ്ട് എന്ന് മാത്രമല്ല, ഇപ്പൊ എല്ലാരും അതുകൂടി ഞാൻ പറഞ്ഞു കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. പശുയിറച്ചിയും പോത്തിറച്ചിയും കാളിറച്ചിയും ഒന്നും വേണ്ട, പച്ചക്കറി മാത്രം മതി എന്നാണല്ലോ. പച്ചക്കറി മാത്രം കഴിക്കുന്നവനെ പോലെ ലോകത്ത് ദുഷ്ടൻ, കാരുണ്യമില്ലാത്തവൻ, ഏറ്റവും കൂടുതൽ പച്ചക്കറി കഴിക്കുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുഷ്ടൻ. മൗലവി നിങ്ങള് എന്താ പറയണേ? ഞാൻ തെളിയിച്ചുതരാം. സയൻസും കൊണ്ട് തെളിയിച്ചുതരാം, ശാസ്ത്രം കൊണ്ട് തെളിയിച്ചുതരാം. എന്താ കാരണം? ഞാൻ നിങ്ങളോട് ഈ തിരൂര് ബസ് സ്റ്റാൻഡില് കയ്യും കാലും ഇല്ലാത്ത ഒരു ഇറച്ചി കഷ്ണായ മനുഷ്യൻ ഇങ്ങനെ എഞ്ഞു പോകുന്നുണ്ട്. ഓൻ 5 ആള് കൂടി തല്ലുക. നല്ല ആരോഗ്യമൊക്കെ ഉള്ള ഒരുത്തൻ 5 ആള് തല്ലുന്നുണ്ട്. ഈ തല്ലിൽ ഏറ്റവും വലിയ പാപം ആരാക്രമിക്കുന്നതിനാണ്? 2 കയ്യും കാലും ഇല്ലാത്തവനെ, അല്ലേ? വികലാംഗനെ, നല്ല ആരോഗ്യമുള്ള ഒരുത്തനെ. നമ്മൾ പറയല്ലോ, എടോ ഓന് കൈ ഉണ്ടായിരുന്നോ, നമുക്ക് കണ്ണ് കാണൂലേ? കയ്യും കാലും ഇല്ലാത്ത മനുഷ്യനോട് ആണ് ചെയ്യണേ നമ്മൾ ചോദിക്കാറില്ലേ? അല്ലേ? ഇല്ലേ? മനുഷ്യൻ എത്ര ഇന്ദ്രിയുണ്ട്? 5 ഇന്ദ്രിയുണ്ട്.
മൃഗങ്ങൾക്കോ പച്ചക്കറിക്കോ? രണ്ടിന്ദ്രിയം. രണ്ടിന്ദ്രിയുള്ള ഒന്നിനെ ആക്രമിക്കുന്നതിനേക്കാൾ പാതകമാണോ 5 ഇന്ദ്രിയുള്ളതിനെ ആക്രമിക്കൽ? സയൻസ് പരമായും മതപരമായും ബുദ്ധിപരമായും പച്ചക്കറി തിന്നുന്നവനെ പോലെ ഒരു ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ പച്ചക്കറി മാത്രമേ തിന്നാവൂ എന്ന് അറിയണേ. പച്ചക്കറിയും പോത്തിറച്ചിയും ഒക്കെ തിന്ന് എല്ലാത്തിൽ നിന്നും ആവശ്യമുള്ളത് എടുത്ത് ഒന്നും അമിതമാകാതെ പടച്ചോൻ സൃഷ്ടിച്ച് തിന്നോ എന്ന് പറഞ്ഞൊക്കെ തിന്നരുത് പറഞ്ഞൊക്കെ തിന്നാണ്ടിരിക്കുന്നവനാ മനുഷ്യൻ. മനസ്സിലായോ? പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, എല്ലാ ഇറച്ചിയും ഇവിടെ നിരോധിച്ച് പച്ചക്കറി മാത്രമാക്കുമ്പോൾ ഒരു സയൻസ് പ്രശ്നവും കൂടി പറഞ്ഞുതരാം. എന്താന്ന് വെച്ചാൽ എല്ലാ പച്ചക്കറിയും നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ ദഹിക്കൂല. എല്ലാ പച്ചക്കറിയും നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ ദഹിക്കൂല. ഈ തിരൂർ മാർക്കറ്റിൽ ചെന്നിട്ട് ഞാൻ നിങ്ങൾ പഠിപ്പിച്ചു തരാം. അവിടെയുള്ള ഏത് പച്ചിറച്ചി ഞാൻ തിന്ന് കാണിച്ചു തരാം. പോത്തായാലും പശു ആയാലും കാളയായാലും എന്തായാലും ആ പച്ചിറച്ചി ദഹിക്കാതിരിക്കില്ല. ആ പച്ചിറച്ചി ദഹിക്കും. ഇനി ഒന്നുകൂടി പറഞ്ഞു തരാം. സയൻസ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ആഗ്രഹമില്ലാത്തൊരു തലമുറ ഇവിടെ ഉണ്ട്, അത് വേറെ വിഷയം. ഓരൊന്നും പഠിക്കാൻ ആഗ്രഹിക്കില്ല. ഒരു ഹിറ്റ്ലറിന് പഠിക്കുകയാണ്, മുസോളിനിക്ക് പഠിക്കുകയാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടം ജർമ്മനിയോടും ഈ പറഞ്ഞ പോലെയുള്ള ഇറ്റലിയോടുമാണ്. കാരണം ഇറ്റലിയിലാണ് കൂടുതൽ സമയം ഇതിന്റെ നേതാക്കന്മാർ കഴിച്ചുകൂട്ടിയത്. അവർക്ക് അതുകൊണ്ട് അത് ഉണ്ടാവും, അത് വേറെ വിഷയം. ഞാൻ പറയുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എല്ലാ പച്ചക്കറികളും ദഹിക്കില്ല എന്ന് പറഞ്ഞല്ലോ, എല്ലാ പച്ച മാംസവും ദഹിക്കും. എന്നൊരു കാര്യം, സിംഹം, പുലി, കടുവ പോലെയുള്ള ജീവികളുണ്ടല്ലോ, അവ ഒരിക്കലും പച്ചക്കറി തിന്നാറില്ല. പച്ചക്കറി അതിന്റെ പല്ലുകൊണ്ട് തിന്നാനും പറ്റൂല. അത് മാംസം കടിച്ചു പറിച്ചിട്ടാണ്. അതിന്റെ അങ്ങനെയൊക്കെയാണ് പല്ല്. മാംസത്തെ കടിച്ചു പറിക്കുന്ന വിധത്തിലാണ് അതിന്റെ പല്ല്. അത് മാംസം മാത്രമേ തിന്നു. പശുവിന്റെ പല്ലുകൾക്കിടയിൽ വിടവുണ്ടോ? ഇല്ല. പശു ഒരിക്കലും മാംസം തിന്നൂല, അത് പച്ചക്കറിയെ തിന്നു. അതിനനുസരിച്ചാണ് എന്ത്, പശു മാംസം തിന്നാ ദഹിക്കൂല, പശു പച്ചക്കറി തിന്നാ ദഹിക്കും. കാരണം അതിന്റെ പല്ലും ദഹനേന്ദ്രിയ വ്യവസ്ഥ അങ്ങനെയാണ്. എന്നാ മനുഷ്യന്റെതോ പച്ചക്കറിയും ദഹിക്കും മാംസവും ദഹിക്കും. ഇത് രണ്ടു വിധത്തിലാണ് പടച്ചോൻ സൃഷ്ടിച്ചത്. പടച്ചോന്റെ സൃഷ്ടിപ്പിനെതിരെ നിൽക്കൽ ആരറിയില്ല. പടച്ചോനെ കുറിച്ചും അറിയില്ല, മനുഷ്യനെ കുറിച്ച് അറിയില്ല. മനുഷ്യനെ കുറിച്ച് പഠിക്കാത്ത വിവരദോഷികൾ ലോകത്ത് വളർന്നു വരിക. മനസ്സിലായി? ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്നറിയോ? ഇസ്ലാം മാംസം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പച്ചക്കറി കഴിക്കാൻ പറഞ്ഞു. പക്ഷെ ഖുർആൻ രണ്ടിടത്തും കണ്ടീഷൻ വെച്ചു. മാംസം തന്നെ തിന്നാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇല്ല, മാംസവും തിന്നാ പച്ചക്കറി തിന്നാ. മാംസത്തെ കിട്ടുന്ന അത്ര പച്ചക്കറി കിട്ടൂല. ലോകത്തെല്ലാവർക്കും അറിയാലോ, ലോകത്തെല്ലാവർക്കും അറിയാം. പിന്നെ ആളുകൾ പൊതുവെ എന്താ പറയുന്നത്, മാംസം തിന്നാ ക്രൂരനാവും, തീവ്രവാദി, അങ്ങനെയൊക്കെ പറയണുണ്ട് ലോകത്ത്. പച്ചക്കറി തിന്നാലോ ഹിറ്റ്ലറാവും. എങ്ങനെ ഞാൻ നേരത്തെ എന്താ പറഞ്ഞേ? പച്ചക്കറി മാത്രം അവലംബിക്കുന്ന ലോകത്തിൽ ഏറ്റവും വലിയ ക്രൂരനായിരുന്നു. ലോകത്തിൽ ഏറ്റവും വലിയ ക്രൂരൻ ഹിറ്റ്ലറായിരുന്നു. ഒരു മാംസം ജീവിതത്തിൽ കൈകൊണ്ട് തൊട്ടിട്ടില്ല. പച്ചക്കറി മാത്രം മിണിഞ്ഞവനാ, പക്ഷെ മനുഷ്യനെ കൊന്ന് തള്ളി. മനസ്സിലായോ? ഇവിടെ ഞാൻ പറയുന്നത് പച്ചക്കറിക്ക് ദോഷമുണ്ടെന്നല്ല. പച്ചക്കറിക്കും ദോഷമല്ല, മാംസത്തിനും ദോഷമല്ല, നമ്മുടെ ദോഷ. പച്ചക്കറി തിന്നാൽ നന്നാവും, ഓനൊരു കുഴപ്പമില്ല എന്നല്ല. പച്ചക്കറി തിന്നപ്പോ ഹിറ്റ്ലറായി. അപ്പൊ പറയാണ് മനുഷ്യൻ തിന്നാ കുഴപ്പമുണ്ടാവും എന്ന് പറയുകയാണെങ്കിൽ പച്ചക്കറി. എന്നാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മാംസം തിന്നുന്നവർ ഏറ്റവും വലിയ മനുഷ്യ സ്നേഹികളായിരുന്നു മുഹമ്മദ് നബി. അത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. എന്നാ ഞങ്ങളൊക്കെ, ഞാനൊന്നും തിന്ന് കറിച്ച്, എനിക്ക് മനുഷ്യരോട് ഏറ്റവും വലിയ സ്നേഹം. ഇന്ന് വരെ ഒരുത്തനെയും തല്ലിയിട്ടില്ല. ഇന്ന് വരെ ഒരു ജാതിയിലും മത്തനും പെട്ടവനെ ഞങ്ങളെ കയറി തല്ലിയിട്ടുണ്ട്. സുന്നികളൊക്കെ, സമസ്തക്കാരെ ഞങ്ങൾ തല്ലിയിട്ടില്ല. എന്തേ കാരണം? അപ്പൊ ഇതൊക്കെ വെറുതെ ഉള്ള നമ്മുടെ എനർജി നഷ്ടപ്പെടുത്തി കളയരുത്. ഇനി പ്രവാചകനിലേക്ക് വന്നോ. മരത്തിന് കല്ലെറിഞ്ഞപ്പോ പ്രവാചക തിരുമേനി ചോദിക്കണം, മോനെ ചെയ്യല്ലേ? എന്നിട്ട് പറഞ്ഞു കൊടുക്കണം എന്തറിയോ? മോനെ നീ കണ്ടോ ആ മരത്തിന്റെ ചില്ലയിലെ തൊലി നീങ്ങിപ്പോയത്? മോനെ അതിന് വേദനയുണ്ട്, അതിൽ നിന്നൊലിക്കുന്ന നീരതിന്റെ രക്തമാണ് മോനെ. അതുകൊണ്ട് ഒരു കാരണവശാലും മരത്തെ എറിയരുത് മോനെ. അവസരമാകുമ്പോ പടച്ചോൻ നിർമ്മിച്ച ഫ്രൂട്ട് താഴെ വീണോളും, മരത്തെ എറിയരുത്. 1400 വർഷം മുമ്പ് പഠിപ്പിച്ചു. ഒരു മരത്തിന്റെ ചില്ലക്കെറിയരുത്. പിന്നല്ല മനുഷ്യനെ, ഞങ്ങളോട് നേരത്തെ പറഞ്ഞു, ഒരാളെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം പൊടിയുന്നതും ലോകം മുഴുവൻ നശിക്കുന്നതും വെച്ച് ഏതാണ് നല്ലതെന്ന് ചിന്തിച്ചാൽ അല്ല പറയണെന്താ അറിയോ റസൂലിനോട്? ഈ ലോകം മുഴുവൻ നശിച്ചോട്ടെ, ഒരു പൗരന്റെ സ്കിന്നൊന്നും ചോര വരുത്തല്ലേ. എന്തൊരു മതായി ആലോചിക്കുക. തീർന്നില്ല. ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന അമുസ്ലിമിനെ കൊന്ന ഇസ്ലാമിന്റെ വിധി എന്താ? ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന ഒരു അമുസ്ലിം, മുസ്ലിങ്ങളായിട്ട് കരാറിൽ ജീവിക്കുന്ന ഒരു അമുസ്ലിം, ഓനെ കൊന്നുള്ള വിധി എന്താ? ആ കൊന്നോന് സ്വർഗത്തിന്റെ പരിമളം കിട്ടൂല. 500 മൈലുകൾക്കപ്പുറത്തടിക്കുന്ന സ്വർഗത്തിന്റെ പരിമളം പോലും അവന് കിട്ടൂല എന്നാണ്. അതാ ഇസ്ലാം. കാരുണ്യത്തിന്റെ ദിവ്യദർശനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല തണുപ്പുള്ള ഒരു രാത്രിയിൽ ഒരു ടെന്റിൽ ഇങ്ങനെ കഴിച്ചുകൂട്ടുക. അപ്പൊ അനുയായികൾ തീയിട്ടു. നല്ല തണുപ്പായിരുന്നു, അതുകൊണ്ട് വിറക് കൂട്ടിയിട്ട് ഒരു തീയിട്ടു. ഓടി പ്രവാചകൻ ഓടി ചെന്നു
ആ തീയുടെ പരിസരത്ത് ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഉറുമ്പുകൾ, നമുക്കറിയാലോ ഉറുമ്പുകൾ ചാലിട്ട് ഇങ്ങനെ പോകണം. പ്രവാചക തിരുമേനി കോപാകുലനായി വരാൻ പറഞ്ഞു. അവിടെ ആരാ ഇത് ചെയ്ത്, കണ്ണില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. എന്നിട്ട് ആ തീ അണക്കാൻ പറഞ്ഞു. ആ തീ അണച്ചു കഴിഞ്ഞതിന് ശേഷം പ്രവാചകൻ നോക്കി ഏതെങ്കിലും ഉറുമ്പുകൾ തീ, ഇപ്പൊ നമുക്കറിയാം നമ്മൾ അയൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ പുളിയൻ ഉറുമ്പൊക്കെ ഓടി ഇങ്ങനെ നമ്മുടെ ഡ്രസ്സിലൂടെ അല്ലേ, അതുപോലും ശ്രദ്ധിക്കാൻ. നിങ്ങൾക്കറിയോ ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത അറിയോ? ഒരു പ്രവാചകൻ ഒരു വൃക്ഷച്ചുവട്ടിൽ ഇരിക്കും, അദ്ദേഹത്തെ ഒരു ഉറുമ്പ് കടിച്ചു. ഇസ്ലാമിക ചരിത്രം പറയുന്നു. അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഉറുമ്പ് ചില സമയത്തൊക്കെ കടിക്കുമ്പോൾ വല്ലാണ്ട് ദേഷ്യം പിടിക്കും. ഒരു പ്രത്യേക അവസ്ഥയിലൊക്കെ ഇരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത കേന്ദ്രത്തിലൊക്കെ ഉറുമ്പ് കടിച്ചാണ്ടാകുന്ന ഒരു ദേഷ്യങ്ങൾ സങ്കല്പിച്ചു നോക്കി. അങ്ങനെ നോക്കൂ നിങ്ങൾ, ഒരു പ്രവാചകൻ നനയ്ക്കാത്ത സമയത്ത് ഒരു പ്രവാചകൻ ഉറുമ്പട് കടിച്ചു. ഒരു പ്രവാചകനാണ്, ചരിത്രമാണ്. ആ പ്രവാചകന് ദേഷ്യം പിടിച്ചിട്ട് അവിടെയുള്ള ഉറുമ്പുകളൊക്കെ അദ്ദേഹം കൊന്നു കളഞ്ഞു. അള്ളാഹു ജിബ്രീലിനെ പറഞ്ഞയച്ചു, അരുത്, കടിച്ച ഉറുമ്പിനെ കൊല്ലുകയാണെങ്കിൽ ഒരു അന്തസ്സുണ്ട്, ബാക്കിയുള്ള ഉറുമ്പുകളെ കൊന്നത് ശരിയായില്ല പ്രവാചക. അതാ മതം. നേരെ മറിച്ച് ഈ ബുദ്ധ സന്യാസിമാര് പറയണേ വിവരക്കെടുത്ത് നമുക്ക് ഇല്ലട്ടോ. അതായത് അത് ഇതിന്റെയും രണ്ടിന്റെയും വസതീയത്ത് പറയാനാ. ബുദ്ധ സന്യാസിമാര് നിങ്ങൾക്കറിയാം ഓരോ പ്രത്യേകത എന്താ? ഞാൻ കുറച്ചു നേരം കൊണ്ട് നോക്കിക്കൊണ്ടിട്ടോ, ഇത് മേജിക്കൊന്നല്ലേ, മുതുകാടൊന്നല്ല. നമ്മുടെ ഈ ബുദ്ധ ഭിക്ഷുക്കള് ഇങ്ങനെ ഒരൽപ്പ വെച്ചിട്ടായിരുന്നു ഇവിടെ ഇങ്ങനെ. അപ്പൊ ആളുകൾ ചോദിച്ചാൽ അതെന്താ? ഒരു പ്രാണി എങ്ങ പാറി മൂക്ക് പോയിട്ട് ചത്താലോ അത് വരെ പാപാണ്. അതുകൊണ്ട് ഒരു ബുദ്ധ സന്യാസി താടിയൊക്കെ നീട്ടിയിട്ടൊരു സന്യാസി അയാളെ താടിയിൽ ഒരു ഉറുമ്പ് കയറി. ഒരു ഉറുമ്പാ കയറിയത്. ഈ ഉറുമ്പിനെ പിടിച്ചാൽ ചത്തുപോകല്ലോ. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്ന വെച്ചോ, ഈ താടി ഒരു ഉറുമ്പ് കൂട്ട് കൊണ്ടുപോയി വെച്ചു. ഒരു ഉറുമ്പിന്റെ കൂട്ടിൽ താടി ഇങ്ങനെ വെച്ചിട്ട് ഇറങ്ങിപ്പോയിക്കുവായിരുന്നു. അതിലുള്ള മുഴുവൻ ഉറുമ്പും കൊണ്ട് കയറിയപ്പോ ഒരു 500 കൊന്നു. നിഞ്ചാതി വിവരക്കേടെന്ന മതവും ഇസ്ലാം അല്ല. ആദ്യം ഒരു ഉറുമ്പിനെ പിടിച്ച് അങ്ങോട്ട് അതിനെ വേദന ആകുകയും ഇത് ബാക്കിയുള്ളവരൊക്കെ കൊന്നിറങ്ങി. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞത് എന്താ അറിയും? അപ്പൊ നിങ്ങൾ നോക്കൂ, മൂർഖം പാമ്പ്. ഇസ്ലാം പാമ്പിനെ വെറുതെ അടിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. കച്ചറുണ്ടാക്കുന്ന പാമ്പിനെ അടിച്ചാൽ കൊന്നുകളാനാ പറഞ്ഞത്. അല്ലാണ്ട് ഇങ്ങനെ കാണല്ല, അടിച്ചാൽ കൊന്നുകളാൻ. ഇസ്ലാം പ്രായോഗികമായ ഒരു മതമാണ്. ഇസ്ലാം പടച്ചോനെ മാത്രം ആരാധിക്കാൻ പറഞ്ഞ മതമാണ്. ഇസ്ലാമിന്റെ കാരുണ്യത. ഇനി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പറയാം, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുട്ടിയെ പെരുന്നാൾ ദിവസം കരയാ. അനുയായികളോട് നിങ്ങൾ പോയിക്കളി, ആ കുഞ്ഞെന്താ കരയുന്നത് നോക്കട്ടെ. അതാ ഒരു നല്ല ഭരണാധികാരി അവിടെ ചെന്ന്, മോനെ എന്തിനാ മോനെ നീ കരയുന്നത്? പ്രവാചക തിരുമേനിയുടെ ചോദ്യമാണ്. അപ്പൊ ആ കുട്ടി പറഞ്ഞു, എനിക്ക് ഉപ്പയില്ല, ഞാൻ അനാഥനാണ്, എനിക്ക് കുപ്പായം വാങ്ങിത്തരാൻ ആളില്ല നബിയേ. എല്ലാ മക്കളും ഇവിടെ രക്ഷിതാക്കളാൽ വാങ്ങിക്കൊടുക്കപ്പെട്ട ഡ്രസ്സിനാൽ അവർ ഈദ്ഗാഹിലേക്ക് പോകുമ്പോ എനിക്ക് ഡ്രസ്സ് വാങ്ങാൻ, അത് വാങ്ങിത്തരാൻ, എന്റെ കൈ പിടിക്കാൻ ഉപ്പയില്ല നബിയേ. റസൂലിന്റെ കണ്ടടങ്ങൾ നനയുകയാണ്. റസൂൽ പറഞ്ഞു, മോനെ ഇനി മുതൽ നിന്റെ ഉപ്പ ഞാനാണ്, നിന്റെ ഉമ്മ ആയിഷ ബീവിയാണ്, നിനക്കിതാ മോനെ ഡ്രസ് എന്ന് പറഞ്ഞ ഡ്രസ് കൊടുക്കുക. അതാ നമ്മുടെ ഈദ് കിസ്വ. ആ ചരിത്രമാണ് നമ്മുടെ ഈദ് കിസ്വ. മനസ്സിലായോ? ഇനി ഡ്രസ് ബാങ്ക്. എന്താ ഡ്രസ് ബാങ്ക്? വെള്ളിയാഴ്ച ഒരു ഖുതുബയിൽ റസൂലുള്ള പള്ളിയിൽ നോക്കുമ്പോൾ ഒരു സാധുണ്ട് കയറി വരുന്നത്. കീറിയൊരു കുപ്പായൊക്കെ ഇട്ടാ വരവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞു, എല്ലാവരും 2 ജോഡി ഡ്രസ്സ് തരണം പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യാൻ. മസ്ജിദുൻ നബവിയിൽ ഡ്രസ്സ് കൊണ്ട് കുമിഞ്ഞുകൂടി അതിൽ നല്ല 2 ഡ്രസ്സ് എടുത്ത് ഈ സാധുവിന്റെ കയ്യിലാണ് കൊടുത്തത്. അതാണ് നമ്മുടെ ഡ്രസ് ബാങ്ക്. ഈദ് കിസ്വയുടെ സുന്നത്ത് നമ്മൾ നടപ്പാക്കിയ ഹദീസിനാണ്. ഡ്രസ് ബാങ്ക് നടപ്പാക്കിയ. മനസ്സിലായോ? നമ്മുടെ ഷെൽട്ടർ എന്ന ആശയം കാരുണ്യമാണ് ഇസ്ലാമിന്റെ മുഖമുദ്ര. ഇനി ഒരു യുദ്ധരംഗത്ത് കുട്ടികൾ കൊല്ലപ്പെട്ടു. പ്രവാചക തിരുമേനി എന്താ പറഞ്ഞു? കുട്ടികളെ കൊല്ലാൻ, പാകിസ്ഥാനിലെ കുട്ടികളെ കൊന്നു പറഞ്ഞ എന്താ? അത് ഇസ്ലാമിക ഭീകരവാദമാണ്. ഖുർആൻ കുട്ടികളെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. കേസരി പറഞ്ഞ ഖുർആൻ കുട്ടികളെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്തോ കളവല്ലേ അത്? എവിടെയത്? കുട്ടികളെ കൊല്ലരുതെന്ന് മാത്രമല്ല, കുട്ടികൾ ഒരു കാരണവശാലും കൊല്ലരുതെന്ന് പഠിപ്പിച്ച മതാണ് ഇസ്ലാം. കുട്ടികളെ കൊന്നു കണ്ടപ്പോൾ റസൂൽ ചോദിച്ചു, എന്താ ഇത്? മുസ്ലിം കുട്ടികളെ കൊല്ലരുതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ? പേർത്തും നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ കൊല്ലരുത് എന്ന്. അപ്പൊ അവര് ചോദിക്കാണ്, നബിയെ ആ മുസ്ലിം കുട്ടികളല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര.
ബാലന്റേതാണെങ്കിലും ജോർജിന്റേതാണെങ്കിലും ഇനി ഏത് കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും എടോ കുട്ടികളൊക്കെ പരിശുദ്ധരാ, അവരെ തുടരുത് എന്ന് ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു പ്രവാചക തിരുമേനി. കുഞ്ഞുങ്ങൾ ആരുടേതാണെങ്കിലും ആ കുഞ്ഞുങ്ങളെ കൊല്ലരുത്, കുട്ടികളെ കൊല്ലരുത്. അത് പഠിപ്പിച്ചു കൊടുക്കാൻ ലഭിച്ചത് അനാഥ മക്കളെ സംരക്ഷിക്കാൻ പഠിപ്പിച്ചു ദിവ്യകാരുണ്യത്തിന്റെ ഈ മതം. ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും ഇപ്രകാരം. യതീമുകളെ കുറിച്ച് ഏറ്റവും ശക്തമായി പറഞ്ഞു ഖുർആൻ. സൂറത്തുൽ നിസായിൽ ഒരു വാചകമുണ്ട്, നമുക്കൊക്കെ മനസ്സറിയേണ്ട വാചകം. അല്ലാഹു പറയുന്നതറിയോ? നീ പെട്ടെന്ന് മരിച്ചിട്ട് നിന്റെ മക്കൾ അനാഥരാകുന്നത് നീ ഒന്ന് സങ്കല്പിച്ചു നോക്ക്. ഓ, ഖുർആന്റെ പ്രയോഗം എന്താണ്? എനിക്ക് 6 മക്കള്, ഞാൻ പെട്ടെന്ന് മരിച്ചിട്ട് എന്റെ മക്കൾ അനാഥരാകുന്ന എന്നോട് സങ്കല്പിക്കാൻ പറയാ ഖുർആൻ. അപ്പൊ നമ്മൾ കിടുങ്ങിപ്പോവും. അതുപോലെ അനാഥ മക്കളെ സംരക്ഷിക്കണം എന്ന് പഠിപ്പിച്ച കാരുണ്യത്തിന്റെ മതം. തീർന്നില്ല, എല്ലാവർക്കും പുച്ഛമുള്ള ഒരു കാര്യമാണ് ബഹുഭാര്യത്വം. 2 മിനിറ്റ് ഞാൻ എടുക്കുകയാണ്. അടുത്ത ക്ലിപ്പാണ്. മടൂരിയൊക്കെ എന്തെങ്കിലും ഒരു പണിയാണ്. ഏതായാലും ഖുർആൻ സുന്നത്തൊന്നും വായിക്കൂല. ഇല്ല, മടൂരി ഖുർആൻ സുന്നത്തും വായിക്കുന്നുണ്ട്. എന്റെ ക്ലിപ്പ് വെച്ചെടുക്കല്ലാണ്. ബഹുഭാര്യത്വത്തെ കുറിച്ചാണ് പറയും. മുജാഹിദ് ബാൽശ്ശേരിയാ പറയും. ബഹുഭാര്യത്വത്തിലെ ദിവ്യകാരുണ്യം എന്താ? ബഹുഭാര്യത്വത്തിൽ ഒരു ദിവ്യകാരുണ്യമുണ്ട്. ഒന്നിലധികം സ്ത്രീകളെ ഏറ്റെടുക്കുന്നവൻ മനുഷ്യനും മനുഷ്യപ്പറ്റുള്ളവനും. എന്ന് പറയുന്നത് എന്തിനറിയോ? അത് നിങ്ങൾ കേട്ടോളി. ഇപ്പൊ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു. ഉഹുദും ഖന്തക്കും ഹുനൈനും ഖാദിസിയും ഖൈബറും ഒക്കെ യുദ്ധഭൂമിയിൽ അടരാടുന്ന ആ വ്യക്തിക്കുള്ള കൂലി എത്രയാ? ഒരു യുദ്ധഭൂമിയിൽ അടരാടുക. ഇനി രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുക, എത്ര കൂലി? എല്ലാ പകലും നോമ്പ് നോൽക്കുക, എത്ര കൂലി? അതൊക്കെ ചെയ്യുന്നതിന്റെ കൂലിയാണെന്ന് ഒരു വിധവയുടെ കണ്ണീരൊപ്പാൻ ഇറങ്ങിത്തിരിക്കല്. റസൂല പറയുന്നത് എങ്ങനെ? രാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കുന്നതിനേക്കാൾ, പകല് മുഴുവനും നോമ്പ് നോൽക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ അത്ര തന്നെ യുദ്ധത്തിൽ അടരാടുന്നത് പോലെ കൂലിയുണ്ട് വിധവയുടെ കാര്യത്തിൽ. എന്താ? ഇസ്ലാം പ്രായോഗിക മതമായതുകൊണ്ടാണ്. ഒരു വിധവയാകുക എന്ന് പറഞ്ഞാൽ അവസ്ഥ നിങ്ങൾക്ക് അറിയോ? ഞാൻ ഇവിടെ ബാപ്പാരുണ്ടല്ലോ, മക്കൾ വിധവയായിട്ട് വീട്ടിലിരിക്കുന്നവരും ഉണ്ടാവും. നല്ലോണം ആലോചിച്ചോളൂ. കാര്യം പറയുമ്പോൾ നമ്മൾ ഒരു പ്രസംഗം ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. എന്നെ അറിയാവുന്നവർക്കറിയാം, മനസ്സ് തട്ടാതെ ഒരു വാക്കും ഞാൻ ഇന്നുവരെ പ്രസംഗിച്ചിട്ടില്ല. എനിക്ക് മനസ്സിലില്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, പറയൂല്ല, പറയേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഒരു മോള് കല്യാണം കഴിഞ്ഞ് 4 മക്കളായി നല്ല സുഖത്തിൽ ജീവിച്ചു പോരുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പിയാപ്പിള ആക്സിഡന്റ് ആയി മരിച്ചു, മരുവൻ ആക്സിഡന്റ് ആയി മരിച്ചു. 4 കുട്ടികളുണ്ടോക്കെ? 4 കുട്ടികളുണ്ട്, പിഞ്ചു പൈതങ്ങള്, ചെറിയ വ്യത്യാസത്തില്. ഓള് വീട്ടിൽ വന്നു. അപ്പൊ വീട്ടില് ആണായി ഒരു മോനാണല്ലോ, ഓൻ കെട്ടിച്ചുണ്ടോന്ന മരുവളുണ്ട്. പിന്നെ വീട്ടില് ബാപ്പുണ്ട്, ഉമ്മ ഉണ്ട്. ആ വീട്ടിലെ അവസ്ഥ എന്താ? കുറച്ചു കാലം ഈ മോളെ നോക്കും, ഈ കുട്ടികളൊക്കെ നല്ലോണം നോക്കും. പിന്നെ ഓളെ നമുക്കൊരു ശാപമായിട്ട് തീരും. സത്യം പറയണം, മനസാക്ഷി ഉള്ളോല് വാദിച്ച് ജയിക്കാൻ താല്പര്യമുള്ളവർക്ക് വാദിക്കാം, അത് വേറെ വിഷയം. ഈ പെൺകുട്ടി ഇറങ്ങിപ്പോണമെന്ന് ആഗ്രഹിക്കാത്ത ആരാ ഭൂമുഖത്ത്? അപ്പൊ ഒരു പ്രപ്പോസൽ കൊണ്ടുവരും ഒരാള്. അതെ, ഫ്രഷ് ആയിട്ടുള്ള ചെക്കന്മാരൊന്നും കിട്ടൂല. ഒരാളുണ്ട്, നല്ല മനുഷ്യനാണ്, അയാൾക്ക് 3 മക്കളുണ്ട്, സാമ്പത്തികമായിട്ട് കഴിവുള്ള ആളാണ്. നിങ്ങളെ മോളെ വേണേ അയാൾ കല്യാണം കഴിച്ചോളാന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഈ വാപ്പ പറയുന്നത്, അൽഹംദുലില്ലാ അബൂ, അത് നടക്കുകയാണെങ്കിൽ നടക്കട്ടെ. എൻ്റെ മോള് ഇവിടെ അനുഭവിക്കുന്ന ദുരന്തം എനിക്കൊരാളോട് പറയാൻ വയ്യ. ഓളും കുട്ടികളും രക്ഷപ്പെടുകയാണെങ്കിൽ നന്നെങ്കിൽ അത് കെട്ടിച്ചു കൊടുക്കുകയും. സത്യല്ലേ? മനസാക്ഷിയുള്ളവരും പിതൃത്വമുള്ളവരും പറയൂ. അവിടെയാണ് ഇസ്ലാം. ഞാനും എന്റെ പ്രസംഗത്ത് പറഞ്ഞ അതാ, 2 കെട്ടി അടക്കാനല്ല, 2 കെട്ടി നടക്കാനല്ല. ഞാൻ ഒന്നുകൂടി പറയാം, ഞാൻ തുറന്നു പറയും നിങ്ങളോട്, ഞാനിത് നിങ്ങൾ കെട്ടായിക്കോളി, നിങ്ങൾ കേൾപ്പിച്ചുടിക്കുന്ന നാട്ടുകാർക്ക്. എന്റെ കുടുംബത്തിൽ 2 വിധവകൾ, മക്കളുള്ളവർ, ആക്സിഡന്റ് മരിച്ച ഈ ഭർത്താവ് ഞങ്ങൾക്ക് പ്രിയങ്കരനായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരല്ലെങ്കിൽ മരിച്ചു ആക്സിഡന്റ്, മൂത്താപ്പാന്റെ മകളുടെ ആ കുട്ടി ഇന്നും അവിടെ കിടക്കുക. വേറെ എന്റെ വൈഫിന്റെ കുടുംബത്തിൽ അതുപോലെ എപ്പോഴും അവളുടെ കണ്ണീര് പറയും എന്റെ വൈഫിനോട്. ഒരു കുട്ടിയുണ്ട്, അവള് 2 തവണ വിധവയായി. ആരെങ്കിലും കൊണ്ടുവരണേ എന്നോട് പറയും. ഞാൻ ചോദിച്ചു, ഞാൻ മതിയോ? ഒരു ദിവസം എടി ഞാൻ മതി. അപ്പൊ എന്താ ദഹിക്കാത്ത? ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയോ?
യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഖി മർളാത അസ്വാജിക്കും. ആ അസ്വാജിക്കും എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ സൂറത്ത് തഹ്രീം. എന്തായാലും പറഞ്ഞു ഭാര്യമാരുടെ അവസ്ഥ നബി ലോകത്തിന് ഓതിയെടുത്ത് കൊടുക്കുക. നിങ്ങളുടെ ഭാര്യമാരിൽ ചിലത് അള്ളാഹ് ഹലാലാക്കി നിങ്ങളോട് വേണ്ടാന്ന് പറഞ്ഞില്ലേ? നബീന്റെ ഭാര്യമാരെ കുറിച്ചാ പറഞ്ഞു. ഞാൻ എന്റെ ഭാര്യനെ കുറിച്ചാ പറയുന്നത്. ഞാൻ കെട്ടിയോണ്ട് രക്ഷപ്പെടില്ലേ? എന്നോട് ഞാൻ നല്ലോണം ലക്കണ് ആണ്. ഞാൻ എന്നോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറുണ്ടോ? ഇല്ല. ഞാനൊരു നല്ല ഭർത്താവാണ് നിനക്ക് അഭിപ്രായം ഉണ്ടോ? ഉണ്ട്. ഞാൻ എന്തെങ്കിലും അന്യായം ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്റെ ഭാര്യനോട്. പരലോകത്ത് നിനക്ക് എനിക്കെതിരെ പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഉള്ളറിയില്ല. എങ്കിൽ അങ്ങനെയുള്ള ഞാൻ കിട്ടിയ ഓക്കും കുട്ടികളെ ഇതേ സുഖവും സന്തോഷവും ഇതേ നീതിയും എന്റെ മൂത്താപ്പന്റെ മോളല്ലേ ഓള് രക്ഷപ്പെടണ്ടേ? അത് പറ്റണില്ലല്ലേ ആളുകൾക്ക്? അല്ലേ? ഞാൻ എന്റെ ഹൃദയം തുറന്നു പറയുന്നു, എനിക്ക് ആരുടെയും ഒത്താശയും വേണ്ട. ആരൊക്കെ ക്ലിപ്പിടും ഇനി ഉടനങ്ങള് നിങ്ങൾക്ക് ജീവിക്കാൻ ഇത്ര ക്ലിപ്പിംഗ് ആവശ്യമുണ്ടെങ്കിൽ. പക്ഷെ കാര്യം മനസ്സിലാക്കുന്നവനെ ഞാൻ കഴിഞ്ഞ ഇതൊക്കെ പറയുന്നറിയോ? ഇസ്ലാമിന്റെ കാരുണ്യം വെറുതെ ഉണ്ടായതല്ല. ഇനി വേറൊന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു ചെറുപ്പക്കാരുണ്ട് ജാഹിദ് ബാലുശ്ശേരി തോന്നിയാസം പറയുന്നു എന്ന് പറയരുത്. ഇസ്ലാം ആരോടും മൂടി വെച്ചിട്ടില്ല ഒരു കാര്യവും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു പെണ്ണ് ഒറ്റപ്പെടുക, ഓക്ക് 3 കുട്ടികൾ. ഞാനൊരു വീട്ടില് ഉണ്ടായ ഒരു അനുഭവം പറയണം. എന്റെ ഭർത്താവ് മരിച്ചു. ഭർത്താവ് നല്ലൊരു വീടുണ്ടാക്കി ഭാര്യയും മക്കളും നല്ല സുഖത്തിൽ കഴിയുന്ന എനിക്ക് അയാൾ മരിച്ചുപോയി. വലിയൊരു പിടിവിട്ട് അയാൾ മരിച്ചു. അപ്പൊ അവള് ഒറ്റക്കൊരു സ്ഥലത്തൊരു വീട്ടിലാണ്. നല്ല കുട്ടികളും നല്ല കുടുംബം, ഒരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, പല ആളുകളും രക്ഷകരുടെ റോളിൽ അവിടെ വരിക. മക്കളെ പഠിപ്പിന്റെ ഇവരില്ലാത്തല്ലേ ഞങ്ങൾ സഹായിക്കാമെന്ന് ചോന്റെ ഉള്ളിലുള്ള എന്താ അറിയാം, ഓളായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാറില്ല. ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞുതരാം, ആ അമ്മയും പെങ്ങളും മോളും ഒക്കെ ഉള്ളവർക്ക് ഇത് മനസ്സിലാവും. നമ്മളെ പെങ്ങളും ഈ സ്ഥലത്ത് വീട്ടിലൊറ്റക്ക് ഭർത്താവ് മരിച്ചുപോയി, മക്കളും ഓളൊറ്റക്ക് അവിടെ അന്തി കിടക്കുന്നത്. ആങ്ങളെയായ ഒരാൾക്ക് എന്ത് ചെയ്യാ? ഇക്കാക്ക ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞാൽ ഇക്കാത്ത ഭക്ഷണം ഞാൻ അല്ലെ അനുജത്തി ഭക്ഷണം ഞാൻ എത്തിച്ചേരാറിയാം. കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പൈസ ഇല്ല. മോളെ ഇജ്ജ് എന്തിനാ ബേജാറാണ്? ഞാൻ തരാം. കാക്ക കുട്ടിക്ക് ഡ്രസ്സില്ല, ഞാൻ തരാം. ഇക്കാക്ക രാത്രി ഞാൻ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ എനിക്കും ചില വികാരങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്തേലും തെറ്റ് ചെയ്തു പോകുന്നു എനിക്ക് തോന്നുന്നു കാക്ക, അത് ഞാൻ തീർത്തരാന്ന് പറയാൻ പറ്റുമോ? മനുഷ്യന്മാരെ അത് ഞാൻ തീർത്തരാന്ന് ആങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഉപ്പാക്ക് പറയാൻ പറ്റുമോ? മോന് പറയാൻ പറ്റുമോ? ഉമ്മച്ചി എങ്ങളെ ആ സുഖം ഞാൻ തീർത്തരാൻ? അതിന് അള്ള വെച്ചതാ ബഹുഭാര്യത്വം. അതിന്റെ നേരെ കുതിര കയറുന്നവരോട് നിങ്ങൾ മനുഷ്യരല്ല, ബഹുഭാര്യത്തെ നിർത്തുന്നവൻ മനുഷ്യനല്ലടോ, മനുഷ്യനായി ജനിച്ചിട്ടില്ല. അതിനെ വെറുക്കുന്ന പെണ്ണിന്റെ ശത്രുവാ. അള്ള വെച്ചതേ പരിഹാരമില്ലാത്തൊരു കാര്യം ഇസ്ലാമിലില്ല. അങ്ങനെ ഉണ്ടോ? ഇസ്ലാം പരിഹാരമില്ലാത്ത വിഷയം? അതുകൊണ്ട് നല്ലോണം ആലോചിക്കുക, ഇതൊക്കെ ചിന്തിക്കുക. എന്തിനാ അള്ള ഇതൊക്കെ വെച്ചത്? അത് പെണ്ണിന് വേണ്ടിയാ വെച്ചത്. ഓളെ കാരുണ്യാണ്, ഓള് രക്ഷപ്പെടുത്തിയതാ. ഒരിക്കൽ റസൂലുള്ള ഒരു ഭാര്യയോട് ചോദിച്ചു, ഞാൻ നബിയുടെ ഭാര്യയുടെ ബാക്കി ഞാന് അവരെ കല്യാണം കഴിച്ചോട്ടെ, ഒരു അഭിപ്രായം ചോദിച്ചാൽ റസൂലുള്ള അറിയാൻ. അപ്പൊ നബിയുടെ ഒരു ഭാര്യ പറയാണ്, നബിയെ ഞാൻ എങ്ങനെ തടുക്കും അത്? ഞാൻ നിങ്ങളെ കൂടെ വന്നപ്പോ എനിക്ക് കിട്ടിയ സൗഭാഗ്യം, നിങ്ങളെന്ന മഹാമനുഷ്യൻ, നിങ്ങളെന്നൊരു നല്ല ഭർത്താവ്, ആ നിങ്ങളെ ജീവിതത്തിൽ കിട്ടിയതിന്റെ മഹാസന്തോഷം അനുഭവിക്കുന്ന എനിക്ക് കിട്ടുന്ന സന്തോഷം ഇതുപോലൊരു പെൺകുട്ടിക്ക് ഹലാലായി കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കേണ്ടേ നബിയെ? അപ്പോഴല്ലേ ഞാനൊരു നല്ല പെണ്ണാവുക. ഇത് 2 കെട്ടാനല്ലോ, ജാഹിദ് ബാലുശ്ശേരി 2 കെട്ടിയിട്ടുമില്ല. ഞാൻ ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായി, 2 കെട്ടിയാലെ പ്രശ്നം തീർക്കാൻ പോയപ്പോ ഞാൻ പറഞ്ഞു ഞാൻ 2 കെട്ടിയിട്ടില്ല. എന്നോട് താന്താ ഒന്നില്ല, 2 കെട്ടിയാലെ പ്രശ്നം തീർക്കാൻ എനിക്ക് നേരെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ പോകുന്ന ആളെ ഞാൻ 2 കെട്ടിക്കാൻ നടക്കില്ല. പക്ഷെ 2 കെട്ടുന്നതിന് ഇസ്ലാം വെച്ച കാരണം വരുമ്പോ അത് അനുവദിച്ചില്ലേ വരും എന്നറിയോ? ഓള് വ്യഭിചരിക്കേണ്ടി വരും, ഓള് നാളെ നരകത്ത് പോകും. നേരെ മറിച്ച് ഇപ്പൊ അടുത്തൊരു സംഭവം ഉണ്ടായി. സുബ്ഹാനല്ലാഹ്, ഞാൻ ഞെട്ടിപ്പോയി. ഒരു പെണ്ണ് വന്നിട്ട് കുടുംബസമേതാ വന്നത്, കണ്ണൂർ ജില്ലയെന്നാ വന്നിട്ടോട് പറയാണ്, എന്റെ കാക്കാനോട് ഞാനൊരു പെണ്ണിട്ടാ പറയില്ല, എന്റെ കാക്ക സമ്മതിക്കില്ല. കേട്ടോളി നിങ്ങള്, എന്റെ കാക്ക സമ്മതിക്കില്ല. ഓളെ കെട്ടാൻ പറയാൻ ഞാൻ പല കാരണമുണ്ട്. ഓളുടെ ക്ലാസ്മേറ്റാ, ഓള് വിധവയാ, നല്ല സൗന്ദര്യമുള്ളൊരു പെണ്ണാ. ഓളെ പലരും ബുദ്ധിമുട്ടിക്കുന്നു ഫോൺ വിളിച്ചിട്ടൊക്കെ. കാക്ക ഓള് നാളെ വ്യഭിചരിക്കാൻ സാധ്യതയുണ്ട്. ഓളെന്റെ മുഖ്മിനത്തിനെ രക്ഷപ്പെടുത്തേണ്ട കടപ്പാട് എന്ന ആയത്തോതിയ പെണ്ണാനെ കാക്കാനോട് നിങ്ങൾ കെട്ടിക്കോളൂ, വ്യഭിചരിക്കാൻ സാധ്യത ഉണ്ടായത് ഒക്കെ ഒരു ഭർത്താവ് ഉണ്ടാകട്ടെ. അതാ പെണ്ണ് ദീന് ഹൃദയത്തിൽ ഉൾക്കൊണ്ട അതാ. മറിച്ച് സ്വാർത്ഥ താല്പര്യം മനസ്സിൽ മൂത്താൽ, ഇനി ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, നിങ്ങൾക്ക് ഞാൻ ഒന്നോട് പറഞ്ഞുതരാം.
ദിവ്യകാരുണ്യത്തിന്റെ മതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നേരെ മറിച്ച് നിങ്ങൾ ചെന്നിട്ട് നിങ്ങളെ ഭാര്യനോട് എടി ഇവിടെ വാ, എന്താ നിങ്ങൾക്ക് വല്ലാത്തൊരു വിഷമം, ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കുമോ, എന്നോട് പൊറുക്കുമോ? ജീവിതത്തിൽ ഒരിക്കലും പറ്റാത്തൊരു തെറ്റ് ഞാൻ എൻ്റെ ഓഫീസിലൊരു പെണ്ണായിട്ട് വ്യഭിചരിച്ചു എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ഓള് പറയും, ഇത് നിങ്ങൾ വേറെ ആരോടെന്ന് പറഞ്ഞിക്കോ. ഇല്ല, എന്നോട് മാത്രം. എന്നാലേ ഇതാ ഡെറ്റോളിൻ്റെ സോപ്പാ, ഇത് കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ഭാര്യമാർ അവിടേക്കാണോ യാത്ര? ചിന്തിച്ചോ. നേരെ മറിച്ച് അതേ ഭാര്യനോട് എടീ ചിന്നോട് പൊറുക്കുവോ, ഞാൻ ഇന്നലെ ഒരു കല്യാണപ്പുരയിൽ പോയി, ആ ചെക്കൻ്റെ കുടുംബക്കാരെ പറ്റിച്ച് കാതറാജിക്കാന്റെ കണ്ണീര് കണ്ടപ്പോ, ഓലി ചതിച്ചേ കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ ബാപ്പാന്റെ മോളെ കെട്ടാൻ ഞാൻ തയ്യാറ്. വാളെടുക്കടാ, കൊടുക്കടാ, പെട്ട് ബാക്കിയുള്ളവരെയും കൂടെ കുടിക്കോ. സത്യല്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥ ഈ ജനത്തിൽ ഉണ്ടായതെന്തുകൊണ്ടറിയോ? മുസ്ലിം സംഘടനകളിൽ പലരും ഇവിടെ ജീവിക്കുന്നുണ്ടാണ്. ബഹുഭാര്യത്തെ എതിർത്തുകൊണ്ട് ലേഖനം എഴുതുന്നവർ മനുഷ്യരുടെ ശത്രുവാണ്. നല്ലോണം മനസ്സിലാക്കി. അവർക്ക് വ്യഭിചാരം പ്രൊമോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. രണ്ട് ടീം നിന്നാ ഭയങ്കര ഭ്രാന്ത്. രണ്ട് പെണ്ണിനെ ഞാൻ ഒരേ സമയത്ത് കൊണ്ടെടുക്കുന്നു, കുഴപ്പമില്ല, നിക്കാവൊന്നും കഴിച്ചില്ലല്ലോ. അവിടെയാണ് നമ്മുടെ കൗമുള്ളത്. നല്ലോണം മനസ്സിലാക്കി. അന്ധവിശ്വാസത്തെ കുറിച്ച് രണ്ട് വാക്ക്. കോഴിക്കോട് നിന്നൊരു അന്ധവിശ്വാസത്തിനെതിരെ സമരം നടന്നു. ആ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ എനിക്കറിയാം അന്ധവിശ്വാസത്തിനെതിരല്ല, വിസ്റ്റൺ ഗ്ലോബൽ ഇസ്ലാമിക് മിഷനെതിരെയാണ്. അന്ധവിശ്വാസം അതിന് മുമ്പേ ഇവിടെ ഉണ്ട്, അന്ധവിശ്വാസം അതിന് മുമ്പേ ഉണ്ട്. പിന്നെ അന്ധവിശ്വാസം കൂടുതൽ ഉണ്ടായത് നിങ്ങളുള്ളതുകൊണ്ടാണ്. ജമാഅത്തെ ഇസ്ലാമിയും മടവൂരികളും കേന്ദ്രം ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ കേരളത്തിൽ അന്ധവിശ്വാസം ഉണ്ടാകുന്നത്. തിരിഞ്ഞില്ലല്ലേ? ഞാൻ ശരിക്ക് നിങ്ങൾക്ക് ഒറ്റ കുട്ടിക്ക് നിഷേധിക്കാൻ പറ്റാത്ത വിധം ഞാൻ തെളിയിച്ചുതരാം. എന്തിനാ ഇത് പറയേണ്ടത്? ഈ വേദിയിൽ ഞങ്ങൾ ആരാന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളോടൊക്കെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഒരു വീട്ടിലേക്ക് ഒരാൾ കയറി വന്നു, നല്ലോണം മനസ്സിലാക്കണം. ഇതൊക്കെ പബ്ലിക് പറയേണ്ടത് തന്നെയാണ്, ജനങ്ങൾ പഠിക്കണം. ഒരു വീട്ടിലേക്ക് ഒരു സാധു മനുഷ്യന് കയറി വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോൾക്ക് വലിയൊരു ഓപ്പറേഷൻ ആവശ്യമില്ല, 3 ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ കെട്ടണം, ദരിദ്രനായി എനിക്ക് ഒരു മാർഗവും ഇല്ല, ഒരു വഴിയില്ല എൻ്റെ മുമ്പില്, ഒരു വഴിയുമില്ല, ഒറ്റ വഴിയില്ല മുമ്പിൽ. പിന്നെ അയൽവാസിയായ മാധവട്ടം പറയുന്നത് പലിശക്ക് തരാതെ. നിങ്ങളുടെ അഭിപ്രായം എന്താ? പലിശക്ക് വാങ്ങാൻ പറ്റുമോ? അപ്പൊ മൗലവി പറയണെന്ത്, പലിശക്ക് വാങ്ങല്ലേ, പലിശയുടെ ചെറിയ തോത് പോലും ഉമ്മാനെ നിക്കാഹ് കഴിക്കണേന് തുല്യാണ്. അപ്പോ ഞാൻ എന്താക്കും? അങ്ങനാണെങ്കിൽ നിങ്ങളൊരു 3 ലക്ഷം രൂപ കടം തരി. അതുമില്ല, കടം തരാനും പറ്റൂല, പലിശക്ക് വാങ്ങാനും പറ്റൂല, കൊടുക്കാനും പറ്റൂല. ഈ സാധു എന്താക്കും? നിങ്ങൾ പറഞ്ഞോളൂ, ഈ സാധു എന്താക്കും? ഓനെ ഏത് വഴി സ്വീകരിക്കും? ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ലവ് ഉണ്ട്, ഒരു പെണ്ണുണ്ട്, എന്തും സംഭവിച്ചു പോകുന്നിടത്തേക്കാണ് ഞങ്ങളുടെ സ്നേഹം, വ്യഭിചാരമൊക്കെ നടന്നു പോകാൻ സാധ്യതയുണ്ട്. പറഞ്ഞു, വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. ആ ഫാഹിശത്തിന് നേരെ പോകരുത്, അത് വ്യഭിചാരമാണ്, ചെയ്യരുത്. അവർ എന്നാ ഉസ്താദ് നിങ്ങൾ എനിക്കൊരു പെണ്ണെട്ടിച്ചേരി, കല്യാണവും പാടില്ല, വ്യഭിചരിക്കാനും പാടില്ല, കല്യാണവും പാടില്ല. എന്താക്കൂ? അങ്ങനൊരവസ്ഥ ഇസ്ലാമിന് ഉണ്ടാവോ? ഇസ്ലാമിന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവോ? ഒരു ആയത്ത് ശ്രദ്ധിച്ചോളി നിങ്ങൾ. ഒരേ ആയത്തിൽ അല്ല പറയണത്, കച്ചവടം അനുവദിച്ചു, പലിശ നിരോധിച്ചു. ഒന്ന് നിരോധിക്കും, ഒന്ന് അനുവദിക്കും. മനസ്സിലായോ? ഒന്ന് നിരോധിക്കും, ഒന്ന് അനുവദിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇനി സൂറത്ത് ബക്കറയിൽ പലിശ നിരോധിച്ച ഏതായത്തില? സൂറത്ത് ബക്കറ 2-ാം അധ്യായം 287-ാമത്തെ വചനം. ഇനി 87 കഴിഞ്ഞാൽ 88, 89, 90, 90, 88 നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 78-ാം സൂറത്ത് ബക്കറയിലെ 278-ൽ പലിശ നിരോധിച്ചുകൊണ്ടുള്ള ഖുർആനിക വചനം 278-ൽ. 282-ലോ ഒരു ഭാഗത്ത് പലിശ പൂർണ്ണമായിട്ട് നിരോധിച്ചുകൊണ്ടുള്ള തൊട്ട് താഴെ മനുഷ്യർക്ക് സംശയം ഉണ്ടാകരുത് പഠിപ്പിച്ചു കൊടുക്കണത് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തു ദൈന. ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. മടവൂർ വിഭാഗം, KNM, അതുപോലെ ജമാഅത്തെ ഇസ്ലാം, നിങ്ങൾ മൂന്നാൾ എത്ര അപകടകാരികൾ അന്നെന്റെ ഭൂമിയിൽ നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളെ കുറ്റപ്പെടുത്താൻ, നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങളോട് ഇത് വേറെ ആരും പറയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലിശ ഹറാമാക്കി ഇറക്കിയ അതേ ഖുർആൻ
അതിന്റെ തൊട്ട് താഴെ പരിഹാരം പറയാൻ പലിശ വാങ്ങാതെ കൊടുക്കാതെ നിങ്ങൾക്ക് ഒരു ഏർപ്പാടുണ്ട്. കടം വാങ്ങുക, കടം കൊടുക്കുക. നോക്കണേ, പലിശ വാങ്ങരുത്, കൊടുക്കരുത്, സാക്ഷ്യം വഹിക്കരുത്, എഴുതി വെക്കരുത് എന്നൊക്കെ പറഞ്ഞു. കടം വാങ്ങാം, എഴുതി വെക്കണം, തിരിച്ചു കൊടുക്കണം, കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് നീട്ടി ചോദിക്കണം, ഇനി അവർക്ക് തരാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് വെട്ടി ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പലിശ വാങ്ങാനും പാടില്ല, കടം കൊടുക്കാനും പാടില്ല, കൗമെന്താവും? ഇനി ഞാൻ പറയുന്ന വാചകങ്ങൾ ശ്രദ്ധിച്ചു. ജിന്ന് ബാധ ഉണ്ട് എന്ന് കെ എം മൗലവി പറയുന്നു. യുവത, ഏത് യുവത? മർക്കസുദേവയുടെ ചുവട്ടിൽ യുവത ബുക്ക് സ്റ്റാൾ ബുക്ക് സ്റ്റാൾ അല്ലേ? ആ ബുക്ക് സ്റ്റാൾ കെ എം മൗലവിന്റെ പുസ്തകം ഇപ്പോഴും വിൽക്കുന്നുണ്ട്. വിറ്റയിലെ പൈസ കീശയിലിടുന്നുണ്ട്. ഈ പുസ്തകം വിൽക്കണ എന്തിനാ? ഇതിനുള്ള ആശയം ഇസ്ലാമാണെന്ന് എഴുതിയിടല്ലേ? മടവൂർ ഭാഗത്തോട് ഞാൻ ചോദിക്കാൻ, മർക്കസുദേവ വാസ്താനമായി പ്രവർത്തിക്കുന്നതോട് ചോദിക്കാൻ, ഈ പുസ്തകത്തിന്റെ 18ാമത്തെ പേജിൽ എന്താ? സിഹർ ബാധയുണ്ട്, ജിന്ന് ബാധയുണ്ട്. അങ്ങനെ സിഹർ ബാധയാണിത്, ജിന്ന് ബാധയാണിത് എന്ന് വിചാരിക്കുന്ന സമയത്ത് ചികിത്സ ഉണ്ട് എന്ന് പറയുന്നത്. ജിന്ന് ബാധക്ക് ചികിത്സ ഉണ്ട്. ഇപ്പൊ കേന്ദ്രമിന്റെയും മടവൂർ ഭാഗത്തിന്റെ നിലപാടെന്താ? അങ്ങനെ ഒരു ചികിത്സയല്ല. ജിന്ന് ബാധ ഉണ്ട് എന്ന് കേന്ദ്രം എഴുതുന്നു. നാസർ സുല്ലമി ഇടത്തനാട്ടുകാരെ പറയാണ്, ജിന്ന് ബാധ ഉണ്ട്, ശരീരത്തിൽ കയറും. മറുഭാഗത്തോ ചികിത്സ അല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പലിശ കൊടുക്കാനും പാടില്ല, വാങ്ങാനും പാടില്ല, കടവും കൊടുക്കരുത്, വാങ്ങുകയും ചെയ്തു. പിന്നെ അത് എന്താക്കൂ? ഇവിടെ പറയുന്നത് ജിന്ന് ബാധ ഉണ്ട്, ചികിത്സ അല്ല. ഞങ്ങൾ പറയുന്നത് അങ്ങനല്ല. ഞങ്ങൾ പറയുന്നത് നേരെ തിരിച്ചാ. ഞങ്ങൾ എന്തൊക്കെ പറയുന്നത് നിങ്ങള്? അത് നിങ്ങൾ ശ്രദ്ധിച്ചോളി. ജിന്ന് ബാധക്ക് നെജുമ നടത്തിയ ചികിത്സ ശരിയല്ല. കരുനാഗപ്പള്ളിയിൽ നടത്തിയ ചികിത്സ ശരിയല്ല. ഇവിടുത്തെ മൊയ്ലിയന്മാരും തങ്ങന്മാരും ബീവിമാരും ജിന്നുമ്മമാരും നടത്തുന്ന ചികിത്സ ശരിയല്ല. ശരിയായ ജിന്ന് ചികിത്സ ഉണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത് പറയാൻ ദേവാസമിതി മടിക്കുന്നില്ല. ശരിയായ ജിന്ന് ചികിത്സ അതെന്താ? അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾ പറയട്ടെ. ഒരു കാര്യം കൂടെ, ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായ ചില സംഭവം, ഇവിടെ എന്റെ പ്രസംഗം കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തൊന്ന് പരിശോധിക്കും. അതായത് കുട്ടിക്ക് രോഗം, നല്ലോണം നിസ്കരിക്കുന്നവനായിരുന്നു, മുമ്പോൽക്കുന്നവനാണ്, എല്ലാ നല്ല കാര്യവും, സിനിമയൊന്നും കാണൂലായിരുന്നു, സംഗീതമൊന്നും ആസ്വദിക്കലൊന്നുമില്ല, നല്ലൊരു കുട്ടി, നല്ലോണം പഠിച്ചെടുക്കണം. ഒരു സുപ്രഭാതത്തിൽ ഉപേക്ഷിച്ചു, ചിരിക്കുന്നു, കരയുന്നു, ഒച്ചപ്പാടുണ്ടാക്കുന്നു, വേളം, എന്തോ മാനസിക ഭ്രാന്ത്. സ്വാഭാവികമായിട്ടും മനഃശാസ്ത്രജ്ഞന്മാരെ കാണിച്ചു, എല്ലാ ടെസ്റ്റും നടത്തി, എല്ലാം നടത്തി, എല്ലാ പ്രഗത്ഭരെയും കാണിച്ചു. പറഞ്ഞു ഇവനൊന്നുമില്ല, ബ്ലഡ് കുഴപ്പമില്ല, കിഡ്നി കുഴപ്പമില്ല, ഹാർട്ടിന് കുഴപ്പമില്ല, തലച്ചോറ്, ഇത് മറ്റെന്തോ ആണ്. ഇങ്ങനെ പറയുന്ന എത്ര സംഭവം നമ്മുടെ നാട്ടിൽ പച്ചക്ക്. അപ്പൊ ഞാൻ പറയാം, അങ്ങനത്തെ ഒരാള് മടവൂർ വിഭാഗത്തിന്റെ പള്ളിയിൽ ചെന്നു, എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒക്കെ ഒന്ന് തോന്നിയ ആൾ പോയിക്കൊള്ളിയാണ്. അങ്ങനെ വന്നോ വീട്ടിൽ ഇവൻ കാണിക്കുന്ന പരാക്രമം 5 തലക്കാണി അടിച്ച് തൂക്കാനാക്കിയിട്ടുണ്ട്, ചില്ലും കണ്ണാടിയും ഒക്കെ പിടിച്ചു ആക്കിയിട്ട് ഭ്രാന്തം ഇങ്ങനെ നടത്തുന്നു. അപ്പം വീണ്ടും ചെന്നു, ഇങ്ങനെയൊക്കെ അങ്ങനൊന്നുമില്ലേ? അതിവിടെ മുജാഹിദ് ബാൻശ്ശേരി പറഞ്ഞൊരു കാര്യവും അതിവിടെ സക്കരിയാസുലായി പോലൊക്കെ പറഞ്ഞ കാര്യം അങ്ങനൊന്നുമില്ല. അവിടെ പോയിക്കൊള്ളു. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ മോൻ ചാടി ബാപ്പാന്റെ ചെവിക്കുറ്റി നോക്കി ഒരു ഒറ്റ അടിയാ. മോൻ എന്താ ചെയ്യുന്ന മോൻ ഓർമ്മല്ല. അങ്ങനെ ചെവിക്കുറ്റിയായിട്ട് പിന്നെയും ചെന്ന് മടപൂരികൾ എടുത്ത് അങ്ങനെ ഒന്നുമില്ല, അങ്ങനൊന്നുമില്ല. അതൊക്കെ അന്ധവിശ്വാസം. ഞങ്ങളിപ്പോ ഒക്കെ ഇതാക്കാൻ വേണ്ടി ഇങ്ങനെ. പക്ഷെ ബാപ്പാക്ക് ഇത് എഫക്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അയൽവാസിയായ ഒരാൾ വന്നിട്ട് AP സുന്നിക്കാരൻ പറഞ്ഞു, അമീദേ എന്റെ മുജാഹിദൊക്കെ എന്റെ കീശയിൽ വെച്ചോ, എന്റെ ചെക്കന്റെ ഭ്രാന്ത് ഞാൻ 2 ദിവസം കൊണ്ട് മാറ്റിത്തരാം, തങ്ങളെടുത്തോണോ? സത്യത്തിൽ പൊരയിൽ നരനാട്ടായിരുന്നു, വാതിലടച്ച് കുറ്റിട്ട് നിൽക്കുക ഇപ്പ ഇമ്മയും ഓണെ കൊണ്ട്. അങ്ങനെ കുറ്റി വാതിലടച്ച് നിൽക്കണ ഇപ്പ ഇമ്മയും ഈ സുന്നിനെ കാണാൻ എങ്ങനെ അറിയോ? ഒരു ദൂതനായിട്ട്, ഒരാശ്വാസകനായിട്ട്. ഓലെ കൂടെ ആരും അറിയാതെ അവിടെ പോകും. 2-3 ദിവസം അവിടെ മൊയിലിയാര് ഓന്റെ ശരീരത്തിൽ കയറിയ പിശാചുണ്ടല്ലോ, ആ പിശാചിന് ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങളൊക്കെ അത് ചെയ്യും അയാള്. അപ്പൊ പിശാചിനെ തൃപ്തിയായി. കാരണം എന്താ? ഈ കുടുംബത്തെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിച്ചു. അള്ള ഒരിക്കലും പൊറുക്കാത്ത പാപം ഓനെ കൊണ്ടത് ചെയ്യിപ്പിച്ചു. ഇബ്ലീസ് ആ കുട്ടീന്റെ ശരീരത്തിൽ നടക്കുകയും നല്ല സുഖമായിട്ട് വാപ്പാന്റെ കൂടെ തിരിച്ചു പോന്നു. എന്താ ഇബ്ലീസ് ചെയ്ത്? ഓനെ മുശ്രിക്കാക്കി. സത്യത്തിൽ ഞാൻ പറയുന്നു, ഇബ്ലീസിന്റെ കൂടെയുള്ള മിനൽ ജിന്നത്തി വന്നാസ് മർക്കസുദ വാസ്ഥാനമായി പ്രവർത്തിച്ച ഇൻസിലെ ജിന്നുകൾ ഓനെ ശിർക്ക് ചെയ്യിപ്പിച്ചു. കേന്ദ്രന്മാരെ നിങ്ങളോലെ കൂടെ കൂടുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അപകടം എന്താ അറിയോ? കുറെ ആൾക്കാരെ നിങ്ങൾ മുശ്രിക്കാക്കണ്ടില്ല. ഞങ്ങളൊക്കെ ആക്കി. അതിന്റെ പുറമെ ഒറിജിനലായിട്ട് ഞങ്ങളാരും മുശ്രിക്കല്ല, പക്ഷെ നിങ്ങൾ ചികിത്സ അല്ലാന്ന് നിഷേധിച്ചതിന്റെ പേരിൽ ഷിർക്കിന്റെ ചികിത്സ തേടി പോയവരെ പച്ച മുശ്രിക്കാക്കി. നിങ്ങൾ പ്രവർത്തിപ്പെടുത്താൻ നിസ്കാരം പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഓനെ ഷിർക്ക് അങ്ങോട്ട് നിങ്ങൾ പഠിപ്പിച്ചത് കൊടുത്തു, മുശ്രിക്കായി സന്തോഷാക്കി നിങ്ങളാട്ട് കൊടുത്തു. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് ഈ തിരൂരിലെ ഈ പ്രസംഗത്തിൽ ഞാൻ പറയുന്നു, ഈ 16 കൊല്ലം കേരളത്തിൽ അന്ധവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ കൊണ്ടാണ്, നിങ്ങളെ 3 വിഭാഗത്തെ കൊണ്ടാണ്. സമസ്ത എന്നും അതിലായിരുന്നു, ആ അന്ധവിശ്വാസത്തിലായിരുന്നു. ആ അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നവർ തടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഞങ്ങളുടെ കയ്യിലുണ്ട്.
തൗഹീദിന്റെ ചികിത്സ റുഖിയ ശർഇയ്യ, അവരെ കയ്യിലുണ്ട് റുഖിയ ശിർകിയ്യ. അതേ പറഞ്ഞു ഇത് വ്യഭിചാരം നിരോധിക്കുമ്പോൾ ഓന്റെ ലൈംഗിക ദാഹം തീർക്കാൻ ഹലാൽ ഒരു പെണ്ണ്. നിങ്ങൾ ഒന്നുണ്ട് എന്നറിയാം, ഒന്നില്ല അറിയാം. അത് നിങ്ങൾക്ക് പറ്റിയ തെറ്റ്. നിങ്ങൾക്ക് പറ്റിയ തെറ്റെന്താണ്? അതാണ്. അതുകൊണ്ട് നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. അന്ധവിശ്വാസത്തിന്റെ കാരണം നിങ്ങളാണ്. അത് നിങ്ങൾ മനസ്സാക്ഷിയോടൊന്ന് കിടന്ന് എന്റെ പ്രസംഗം കേൾക്കുന്ന ഏതെങ്കിലും ഞാൻ പറഞ്ഞ കൂട്ടരുണ്ടെങ്കിൽ മനസ്സ് തട്ടി നിങ്ങൾ ചിന്തിച്ചോളി, നിങ്ങളെ കാരണം കൊണ്ടാണ്. അതെവിടെ അങ്ങനെ ആവൂലേ? ഒരു കുട്ടിക്ക് വ്യഭിചരിക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ല, ഹറാമാണ്, സത്യമാണ്, ആ പ്രവർത്തനമല്ല. അതോടൊപ്പം കല്യാണം കഴിപ്പിച്ചു കൊടുത്തില്ല, അതും നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഒരു പദ്ധതി ഇല്ലാന്ന് പറഞ്ഞു. പിന്നെന്ത് ചെയ്യോനെ? ഓം വ്യഭിചാരത്തിന് കൊള്ള പോകും, ഓം പിന്നെ കല്യാണത്തിന് കൊള്ള പോകുമോ? അതുപോലെ അവിടെ സംഭവിക്കുന്നത്. അള്ളയും റസൂലും പഠിപ്പിച്ച ഒരു ചികിത്സ ഉണ്ട്, അത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതാണ്. ആ ചികിത്സ നിങ്ങൾ ജനങ്ങളോട് പറയൂ. അപ്പൊ അന്ധവിശ്വാസത്തിൽ നിങ്ങൾ രക്ഷപ്പെടും. അത് അന്ധവിശ്വാസമല്ല, അത് ഇവിടെ ഈ കേന്ദ്രം ഉണ്ടാക്കി ചികിത്സിക്കലല്ല, അത് വ്യക്തികൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്യലാണ്, പ്രാർത്ഥനയാണ്, കൈകൊണ്ട് തടവലാണ് ശരീരത്തിൽ, അവന്റെ കൂടെ ഇരുന്നുള്ള ചികിത്സയാണ്. അതും ഇത് ബാധിച്ചവർക്കുള്ള ചികിത്സയാണ്. അത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടതാണ്. അതുണ്ട്. അതോടൊപ്പം 5 മിനിറ്റൂടെ ഞാൻ പറയണം. അതോടൊപ്പം നമ്മുടെ നാട്, ഈ നാട്ടിൽ ശരിക്കും മനസ്സിലാക്കണം. ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ മോക്ഷത്തിന്റെ സന്ദേശം ഇവിടെ അവതരിപ്പിച്ചു, തൗഹീദുമായി ബന്ധമായി മറ്റു പല വിഷയങ്ങളും ഇവിടെ പറഞ്ഞു. ഞാൻ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് അത്ര കടന്നു പോകാത്തത്. ഞാൻ പറയുന്നത് നമ്മുടെ നാട് സ്വാതന്ത്ര്യത്തിന്റെയും സ്വസ്ഥതയുടെയും നാട്. അപ്പൊ ഇവിടെ വരാൻ പോകുന്ന വിസ്ഡം ഗാലറി വിചാര മഹാമാമാങ്കം അത് ഈ തിരൂരിലാണ് നടക്കുന്നത്. ഇവിടുത്തെ ഒറ്റ വീടുകളിലും നമ്മൾ ആരും എത്താത്തവരായിട്ടുണ്ടാകും. അത് എത്തുന്നതിനാ നമ്മുടെ ബാധ്യതയാണ് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ. അവരാരും ഇസ്ലാമിലാക്കാൻ നമ്മുടെ ബാധ്യതയാണ്. ഇസ്ലാം ഇന്നതാണ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചതല്ല, അള്ളാഹുവിന്റെ മതമാണ്, അത് ഞങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു വന്നിരിക്കുന്നു എന്ന് പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. ആ ബാധ്യത നിർവഹണം നമ്മൾ ഭംഗിയായി നിർവഹിക്കണം. അല്ലെങ്കിൽ ഇവിടെ വരാൻ പോകുന്നത് വേറെയാണ്. ദൈവത്താണ്, പ്രാണവായുവിനേക്കാൾ വലുതാണ് ദൈവത്ത് എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തെ എത്തിക്കാത്ത ഒരൊറ്റ മുസ്ലിം ഉണ്ടാവുകയാണെങ്കിൽ ആ മുസ്ലിമിനെല്ലാം നമ്മൾ ദൈവത്തെ എത്തിച്ചു കൊടുക്കണം. അത് ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും അവനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അവൻ നരകത്ത് പോയത് ഒരു സൈഡ് സ്റ്റാൻഡ് തട്ടണം എന്ന് നമ്മൾ പറയാറില്ലേ, അതവൻ അപകടം പറ്റാതിരിക്കാനാണ്. അതുപോലെ നമ്മൾ ഓരോട് മതം പറയണം. അത് ആരും ഇസ്ലാമിൽ കൊണ്ടുവരണം, നമ്മുടെ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കണം. പിന്നെ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ഏറ്റവും മർമ്മമായി പറഞ്ഞത് നമ്മൾ മാതൃകയാകുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ കെ മൗലവിയെ പോലെ ഞാൻ ഉദാഹരണം പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയെ ഇബ്നു ദുഗന്ന എന്ന് പറയുന്ന ജൂതനെ, ആ ജൂതനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സംരക്ഷിച്ചത്. ബൗദ്ധവിശ്വാസികളുടെ സംരക്ഷണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞത്. അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംരക്ഷണവും ക്ഷമയും സഹനവും ഒക്കെ അവർ അവലംബിച്ചു. അവരുടെ മതത്തിന്റെ ആദർശം കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം ഒരിക്കലും മതലേനം അവർ അംഗീകരിച്ചില്ല. മാനവിക സൗഹാർദ്ദത്തിൽ നിന്നുകൊണ്ട് മനുഷ്യരെ നോക്കിക്കാണുകയും മനുഷ്യരെ ഒന്നിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള തെറ്റുകളെ സ്നേഹത്തോടുകൂടി നമ്മൾ തിരുത്താൻ തയ്യാറാകണം. ഞാനൊരു കാര്യം കൂടി പറയുന്നു. നമ്മുടെ ചുറ്റുവട്ടം നിൽക്കുന്ന ഒരു തെറ്റിനെയും നമ്മൾ എതിർക്കാതായാൽ, അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ലെങ്കിൽ, അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ തെറ്റ് അവസാനിക്കുമെന്ന് വിചാരിക്കേണ്ട. ഇത് അപങ്കുരം തുടരും. അത് തുടരുമ്പോൾ ലോകം നശിക്കും, കാലം നശിക്കും, ഭൂമി നശിക്കും, മനുഷ്യർക്ക് ശിക്ഷ വരും. ഖുർആനിലെ 8-ാം അധ്യായം 25-ാമത്തെ വചനം. ഭൂമിയിൽ കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ കുഴപ്പത്തിനെതിരെ നിങ്ങൾ നിൽക്കണം. സ്വർഗം സാധുക്കളായ നല്ലവരായ ഭൂമി ഇസ്ലാഹിലായ ശേഷം അവിടെ കുഴപ്പമുണ്ടാക്കി. നമ്മളൊരാളുടെ പ്രവൃത്തി കൊണ്ടും ഒരു കുഴപ്പം ഇവിടെ ഉണ്ടായിരുന്നു. റോഡ് ബ്ലോക്ക് ചെയ്യാത്ത, പടക്കം പൊട്ടിക്കാത്ത, ആണയനള്ളത്തില്ലാത്ത, വെടിക്കെട്ടുകളില്ലാത്ത, വാദ്യോപകരണങ്ങളില്ലാത്ത, സമാധാന ചിത്തമായ, കലാലയങ്ങളിൽ കുഴപ്പമില്ലാത്ത, ഇടിമുറികളില്ലാത്ത, റാഗിങ്ങളില്ലാത്ത, അതുപോലെ പലതുമില്ലാത്ത, പല തിന്മകളുമില്ലാത്ത, നന്മകൾ മാത്രം പൂത്തുല്ലസിക്കുന്ന ഒരു വടവൃക്ഷമാണ് ദേവാസിദ്ധി. അതിൻ്റെ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന പ്രബോധന സംരംഭം ഈ വരുന്ന 18 മുതൽ 23 വരെ 6 ദിവസം അതിനിടയിൽ നടക്കാനിരിക്കുന്ന ഒരു മഹാസമ്മേളനമുണ്ട് ആലപ്പുഴയിൽ. എൻലൈറ്റനിങ് കോൺഫറൻസ്. ആലപ്പുഴ ജില്ലയിൽ നമ്മുടെ ദൈവത്ത് ശക്തമാണ്. നമ്മുടെയെന്ന് മാത്രമല്ല, ഒരു മുസ്ലിം സംഘടനയുടെയും ദൈവത്ത് ആലപ്പുഴയിൽ ശക്തമാണ്. അതുകൊണ്ട് എല്ലാ മുസൽമാന്റെ ബാധ്യതയുമാണ് ആലപ്പുഴ ജില്ലാ സമ്മേളനം വിജയിപ്പിക്കുക. അതുകൊണ്ട് 15-ാം തീയതി രാത്രി തന്നെ അവിടെ എത്തി 16 നടക്കുന്ന ഡോർ ടു ഡോർ ദേവ അത് അനിവാര്യമായി നടക്കണം. അതിനാഗ്രഹമുള്ള എല്ലാവരെയും ആലപ്പുഴയുടെ മണ്ണിലേക്ക് ക്ഷണിക്കുക. സമ്മേളനത്തിന് എല്ലാവരും പോകണം. എളുപ്പമാണ്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്
ആലപ്പുഴയിൽ ചെന്നിറങ്ങാൻ. അവിടെ തന്നെയാണ് നമ്മുടെ സമ്മേളനം. അതുകൊണ്ട് എൻലൈറ്റനിങ് കോൺഫറൻസിന് എല്ലാവരും പോകാൻ ശ്രമിക്കുക. കുടുംബസമേതം വമ്പിച്ച വിജയമാക്കി തീർക്കാൻ പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ സംരംഭങ്ങളും വിജയിക്കാൻ പ്രാർത്ഥിക്കുക. 18 മുതൽ 23 വരെയുള്ള നമ്മുടെ ഗാലറി ഈ വിചാരം വിജ്ഞാന സമ്പൽ സമൃദ്ധമായ വൈജ്ഞാനിക സംരംഭം അത് അല്ലാഹു വിജയിപ്പിക്കട്ടെ. എല്ലാ മനുഷ്യർക്കും നല്ലത് ലഭിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഇതൊക്കെ ഉപകാരദായകമായി ഭവിക്കുമാറാകട്ടെ. ദിവ്യകാരുണ്യത്തിന്റെ ദൈവപ്രോക്ത മതത്തെ നെഞ്ചകത്തേറ്റാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കൊല്ലല്ലേ, തല്ലല്ലേ, ആക്രമിക്കല്ലേ, ഒരു ചോര പൊടിയുന്നത് പോലും അല്ലാഹുക്ക് ഇഷ്ടമില്ലേ എന്ന് പഠിപ്പിച്ച മതം. വർഗീയതയും തീവ്രവാദവും പാടില്ലെന്ന് പഠിപ്പിച്ച മതം. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ഉണ്ണുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ലെന്ന് പഠിപ്പിച്ച മതം. അയൽവാസി നിന്നെക്കുറിച്ച് നിർഭയനാകുന്നില്ലെങ്കിൽ നീ വിശ്വാസിയാകുന്നില്ലെന്ന് പഠിപ്പിച്ച മതം. പാവപ്പെട്ടവനെ സംരക്ഷിക്കാൻ പഠിപ്പിച്ച മതം. വിധവയുടെ കാവലാളാകാൻ പഠിപ്പിച്ച മതം. നന്മയുടെ പ്രവാഹമാകാൻ പഠിപ്പിച്ച മതം. മൂല്യവത്തായ ജീവിതം നയിക്കാൻ പഠിപ്പിച്ച മതം. പെണ്ണിന്റെ അഭിമാനം സംരക്ഷിക്കാൻ പഠിപ്പിച്ച മതം. രക്തത്തിന്റെ സമ്പത്തിന്റെ അഭിമാനത്തിന്റെ സംരക്ഷകരാകാൻ, അതിന്റെ കാവലാളുകളാകാൻ പഠിപ്പിച്ച മതം. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങൾ വിട്ടുനിൽക്കാൻ പഠിപ്പിച്ച മതം. തീവ്രവാദത്തിന്റെ ലാഞ്ചന ഉണ്ടാകരുതെന്ന് പഠിപ്പിച്ച മതം. അങ്ങനെ എന്തൊക്കെ അല്ലാഹുവേ നീ സാക്ഷി, അല്ലാഹുവേ നീ സാക്ഷി, അല്ലാഹുവേ നീ സാക്ഷി. അല്ലാഹു എല്ലാ നന്മയും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മതേതരത്വത്തിന്റെ കാവലാളുകളാകുവാൻ ഈ രാജ്യത്ത് അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ജനാധിപത്യത്തിന്റെ സംരക്ഷകരാകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഏതേത് മതത്തിൽ വിശ്വസിക്കുമ്പോഴും ഇതര മതക്കാരനെ സ്നേഹിക്കാൻ കഴിയുന്ന മനസ്സ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. മതലയനമല്ല, മാനവിക സൗഹാർദ്ദമാണ് വേണ്ടത് എന്ന് പഠിപ്പിക്കാൻ നമ്മുടെ നേതാക്കന്മാർക്ക് സാധിക്കുമാറാകട്ടെ. കിട്ടുന്ന ഏതേത് സന്ദർഭങ്ങളെയും വർഗീയ കലാപത്തിനും അതുവഴി വോട്ട് ബാങ്കാക്കി മാറ്റാൻ ശ്രമിക്കുന്ന കുരുട്ട് ബുദ്ധിയുള്ള ഹൃദയങ്ങളെ അല്ലാഹു നിലക്ക് നിർത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.